Praise the Lord. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Once again, we greet you all in the loving name of our Lord Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ സ്നേഹമേറിയ നാമത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. Our God is gracious God. നമ്മുടെ ദൈവം കൃപാലുവായ ദൈവമാകുന്നു. Our God is loving God. നമ്മുടെ ദൈവം സ്നേഹവാനായ ദൈവമാകുന്നു. He is Almighty God. അവൻ സർവശക്തനായ ദൈവമാകുന്നു. When we come to know about our true God in this world or the wilderness path, we can enjoy with our God. ഈ ലോകത്തിൽ അഥവാ നമ്മുടെ ആത്മീക മരുഭൂമി യാത്രയിൽ നാം ഈ ദൈവത്തെ പറ്റി വാസ്തവമായി അറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ആ ദൈവവുമായുള്ള ജീവിതം ആസ്വാദ്യകരമായി തീരും. So once again God has gathered here in His presence in order to attain deliverance in our life. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വിടുതൽ അനുഭവിക്കേണ്ടതിനായി കർത്താവ് നമ്മെ തന്റെ സന്നിധിയിൽ കൂട്ടിവരുത്തിയിരിക്കുന്നുവല്ലോ. Today we are going to meditate from the word of God, the spirit of Pharaoh, how worked to hinder the people of Israel. ഇന്ന് രാത്രിയും ഫറവോന്റെ ആത്മാവ് എപ്രകാരമാകുന്നു ഇസ്രായേൽ മക്കളെ തടഞ്ഞു നിർത്തിയത് എന്നതിനെ പറ്റി നാം ചിന്തിക്കുവാൻ പോകുന്നു. To our meditation, let us turn to book of Exodus chapter 10 verse 25. നമ്മുടെ ധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 25-ാം വാക്യം വായിക്കാം. And book of 50th Psalm verse 5 also. 50-ാം സങ്കീർത്തനം 5-ാം വാക്യവും വായിക്കാം. Exodus chapter 10 verse 25. അതിന് മോശ പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്കും സർവാംഗ ഹോമങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും നീ ഞങ്ങൾക്ക് തരേണം. And Moses said, Thou must give us also sacrifices and burnt offerings, that we may sacrifice unto the Lord our God. Gather my saints together unto me, those that have made a covenant with me by sacrifice. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. Praise the Lord. ദൈവത്തിന് മഹത്വം. First day we meditate how the spirit of Pharaoh worked, that he is ignorant about the living God. ഒന്നാമത്തെ ദിവസം നാം ഇപ്രകാരം ചിന്തിക്കുകയുണ്ടായി, എപ്രകാരമാകുന്നു ഫറവോന്റെ ആത്മാവ് ദൈവത്തെ പറ്റി അജ്ഞമായിരുന്നു, ദൈവത്തെ അറിയാതിരുന്നതിനെ പറ്റി. And next we meditate about when they are about to journey to the wilderness, he hindered them and put burdens upon the people of Israel. രണ്ടാമത് നാം ചിന്തിക്കുവാനിടയായി തീർന്നു, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് മരുഭൂമിയിലേക്ക് കനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെടുന്ന സമയം ഫറവോൻ അവരുടെ ജീവിതത്തിൽ ഭാരം വർദ്ധിപ്പിച്ച് അവരെ തടസ്സപ്പെടുത്തിയതിനെ പറ്റി നാം കാണുകയുണ്ടായി. And second day we meditate how the spirit of Pharaoh worked, and Pharaoh chased Moses and Aaron out of his presence. ഇന്നലെ രാത്രികാലം എപ്രകാരമാകുന്നു ഫറവോന്റെ ആത്മാവ് പ്രവർത്തിച്ചതെന്നും മോശയും അഹരോനെയും തന്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞത് അഥവാ ഓടിച്ചു കളഞ്ഞതിനെ പറ്റി നാം കേൾക്കുകയുണ്ടായി. And how Pharaoh hindered the children not to go to the wilderness. മാത്രമല്ല കുഞ്ഞുങ്ങൾ ആരും മരുഭൂമിയിലേക്ക് പോകാതിരിക്കത്തക്കവണ്ണം ഫറവോൻ എപ്രകാരമാകുന്നു തടസ്സപ്പെടുത്തിയതെന്നും ഇന്നലെ രാത്രി നാം കേൾക്കുകയുണ്ടായി. The same spirit is working in this wicked world also. അതേ ദുരാത്മാവ് തന്നെ ഇന്നും ഈ ദുഷ്ടലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. After our generation, the next generation shouldn't serve God in their life. നമ്മുടെ തലമുറയ്ക്ക് ശേഷം അടുത്തൊരു തലമുറ ജീവനുള്ള ദൈവത്തെ
ആരാധിക്കാതെ സേവിക്കാതിരിക്കേണ്ടതിനായി. So in order to hinder, so they put so many burdens upon the children. That means sons and daughters, they should not serve the living God. ജീവനുള്ള സത്യദൈവത്തെ പുത്രീപുത്രന്മാർ ആരാധിക്കാതെ സേവിക്കാതിരിക്കേണ്ടതിന് അവരുടെ ജീവിതത്തിൽ അനേകവിധമായ ഭാരങ്ങളെ ഈ ദുരാത്മാവ് കൊണ്ടുവരുന്നു. Nowadays we can see in the western countries, Europe, we can see all the churches are closed. ഇന്നത്തെ കാലങ്ങളിൽ നാം കാണുന്നത് പോലെ പാശ്ചാത്യ രാജ്യങ്ങളിൽ യൂറോപ്പിലും മറ്റും പള്ളികളെല്ലാം അടയ്ക്കപ്പെട്ടിരിക്കുകയാകുന്നു. Now they open for Pizza Huts and gamblings and all other things. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പള്ളികൾ പിസ്സ ഹട്ട് പോലെയുള്ള ഭക്ഷണശാലകൾക്കും ചൂതാട്ടം പോലെയുള്ള വിനോദങ്ങൾക്കും വേണ്ടിയാകുന്നു തുറന്നിട്ടിരിക്കുന്നത്. Because they couldn't maintain that building. So in order to maintain the building, they have to get some earnings. So they are doing like this. ആ കെട്ടിടത്തെ പരിപാലിച്ചു കൊണ്ടുപോവാൻ അവർക്ക് വകയില്ലാത്തത് കൊണ്ട് അത് നിലനിർത്തുവാൻ വേണ്ടി അതിലെന്തെങ്കിലും സമ്പാദ്യം ഉണ്ടാകേണ്ടതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആരാധനാ സ്ഥലങ്ങളെ വിട്ടുകൊടുക്കുന്നു. Because nobody is coming to the church. എന്തുകൊണ്ടെന്നാൽ ആരും സഭയിൽ അഥവാ പള്ളിയിൽ വരുന്നില്ല. Nobody doesn't want to become a member of the church. ആർക്കും സഭയുടെ അംഗമാകുവാൻ താല്പര്യവുമില്ല. Even death occurs also when they call for a company, they will do everything for that. ഒരു ശവസംസ്കാര ചടങ്ങ് നടക്കുമ്പോഴും അതിനുവേണ്ടിയ കമ്പനിയെ മാനേജ്മെന്റ് കൂട്ടരെ വിളിക്കുന്നു. അവർ വന്ന് എല്ലാം നടത്തിക്കൊള്ളും. They will ordain priest, they will ordain musician, they will order singers and graveyard, everything they will do, just you have to pay money, that's all. അവർ തന്നെ പുരോഹിതന്മാരെ വിളിക്കും, സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരെ വിളിക്കും, ഗായകരെ വിളിക്കും, എല്ലാം അവർ തന്നെ ചെയ്തുകൊള്ളും, പണം മാത്രം കൊടുത്താൽ മതി. So such a pathetic state even among the Christian countries we can see. ഇങ്ങനെ ഒരു പരിതാപകരമായ നിലയിലേക്ക് ക്രിസ്തീയ രാജ്യങ്ങളും കൂപ്പുകുത്തുവാനിടയായി തീർന്നു. That shouldn't come in our life. അത് നമ്മുടെ ജീവിതത്തിൽ വരരുത്. We have to draw the spirit of Pharaoh and train our children in this faith life. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഫറവോന്റെ ആത്മാവിനെ നാം അകറ്റിക്കളയുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ യൗവനക്കാരെ ശരിയായ വിധത്തിൽ അഭ്യസിപ്പിക്കുകയും വേണം. Today we are going to meditate that Moses and Aaron told that not only our children have to go, our cattle, our herds also have to go with us. ഇന്ന് രാത്രി നാം ചിന്തിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ മൃഗങ്ങളും എല്ലാ കന്നുകാലികളും കൂടെ മരുഭൂമിയിലേക്ക് പോകണമെന്ന് മോശ ഫറവോനോട് പറഞ്ഞ വസ്തുതയെ പറ്റിയാകുന്നു. In book of Exodus chapter 10 verse 24, when we read, പുറപ്പാട് പുസ്തകം 10:24 നാം വായിച്ചാൽ, Pharaoh called Moses, ഫറവോൻ മോശയെ വിളിക്കുന്നു, and go and serve the Lord. നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പീൻ. Only let your flocks and your herds be stayed. നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങു നിൽക്കട്ടെ. Let your little ones also go with you. നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും നിങ്ങളോട് കൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. So when Pharaoh told to Moses, ഇത് ഫറവോൻ മോശയോട് പറയുമ്പോൾ what Moses replied to Pharaoh, മോശ എന്താകുന്നു ഫറവോന് മറുപടി നൽകുന്നത്? Thou must give also sacrifice and burnt offering, that we may sacrifice unto our God. ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്കും സർവാംഗ ഹോമങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും നീ ഞങ്ങൾക്ക് തരേണം. Verse 26 we see our cattle also should go with us. 26 വാക്യത്തിൽ കാണുന്നത് പോലെ ഞങ്ങളുടെ മൃഗങ്ങളും ഞങ്ങളോട് കൂടെ പോരേണം. There shall not be a hoof be left behind. ഒരു കുളമ്പ് പോലും പിമ്പിൽ ശേഷിച്ചു കൂടാ. So here we can see Moses standing before Pharaoh and told very clearly, you cannot hinder our cattle, our herds. ഇവിടെ മോശ ഫറവോന്റെ മുമ്പിൽ ശക്തമായി നിന്നുകൊണ്ട്
ഞങ്ങളുടെ മൃഗങ്ങളെയും കന്നുകാലികളെയും കൂടെ നിങ്ങൾക്ക് തടയുവാൻ കഴിയുകയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. Because we are taking our cattle, it's not to belong to us or to do for our things. It belongs to offer sacrifice. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഈ കന്നുകാലികളെയും ആടുകളെയും ഒക്കെ കൊണ്ടുപോകുന്നത് അത് ഞങ്ങൾക്ക് വേണ്ടി സൂക്ഷിക്കേണ്ടതിനല്ല, അത് ഞങ്ങളുടെ ദൈവത്തിന് യാഗമർപ്പിക്കുവാനാകുന്നു. So these animals are only for sacrifice in the wilderness. ആകയാൽ ഈ മൃഗങ്ങൾ മരുഭൂമിയിൽ യാഗം കഴിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. Spiritually, what it speaks about in our present world. ആത്മീകമായി ഇന്നത്തെ നമ്മുടെ ഈ ലോകത്തിൽ ഇതെന്തിനെ കുറിക്കുന്നു? Spiritually, when we meditate, when we yield for the Lord, when we start our journey, we have to take this cattle that speaks about we have to offer our life as a sacrifice. ആത്മീയമായി ചിന്തിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ നമ്മെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ കന്നുകാലികളെ പോലെ യാഗമായി അർപ്പിക്കേണ്ടതാകുന്നു. If we cannot yield ourselves as a sacrifice unto the Lord, we cannot reach into heavenly Canaan. നാം നമ്മെ തന്നെ ഒരു യാഗമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നില്ല എങ്കിൽ സ്വർഗീയ കനാനിൽ നമുക്ക് ചെന്ന് ചേരുവാൻ സാധ്യമല്ല. So that only in Psalms 50 verse 5 when we read, അതാകുന്നു 50-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിലും നാം വായിച്ചത്. There we can see how God wants to gather the saints, not the ordinary saints, those who offered their life as a sacrifice. അവിടെ നാം കാണുന്നു, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാർ, സാധാരണ വിശുദ്ധന്മാരല്ല, എന്നോട് യാഗം കഴിച്ച് നിയമം ചെയ്യുന്നവരെ ആകുന്നു ചേർക്കുന്നത്. So those who made a covenant with me by sacrifice. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ. That means such people only can enter into heavenly Canaan. അതിന്റെ അർത്ഥം അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർഗീയ കനാനിൽ പ്രവേശനം സാധ്യമാകുകയുള്ളൂ. Such people can only enter into Zion and New Jerusalem. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സിയോനിലും പുതിയ യെരൂശലേമിലും പ്രവേശിപ്പാൻ സാധിക്കൂ. So in order to enter into Zion and New Jerusalem, ആകയാൽ സിയോനിലും പുതിയ യെരൂശലേമിലും പ്രവേശിക്കണമെങ്കിൽ we should not claim anything that we possess in our life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമായവ ഒന്നും തന്നെ നാം സ്വന്തമെന്ന് ഏറ്റുപറയുവാൻ, നമ്മുടേതെന്ന് അവകാശപ്പെടുവാൻ പാടില്ല. We should not claim anything. Whatever belongs to us, we shouldn't claim that it belongs to me. നമുക്ക് എന്തെല്ലാം സ്വന്തമായിരിക്കുന്നുവോ അതൊന്നും നമ്മുടേതെന്ന് നാം അവകാശപ്പെടുവാൻ പാടില്ല. If we claim that anything in the world that God gives to us and it's mine, if we claim like that, our end will be put into tragedy. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഈ ലോകത്തിൽ തന്നിരിക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, അത് എന്റേത് എന്ന് നാം ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസാനം ഒരു വിപത്തിലെത്തി ദുർഘടമായ അന്ത്യമുണ്ടാകുവാനിടയാകും. We can see in so many lives, they started this spiritual race with good attitude and with good vision in their life. അനേകരുടെ ആത്മീയ ജീവിതം നാം നോക്കിക്കഴിഞ്ഞാൽ നല്ല മനോഭാവത്തോടെ അവരുടെ ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. They yield as a sacrifice their life and they always used to please God. അവരെപ്പോഴും അവരുടെ ജീവിതത്തെ ഒരു യാഗമായി സമർപ്പിക്കുകയും എപ്പോഴും കർത്താവിനെ പ്രസാദിപ്പിക്കുകയും ചെയ്തിരുന്നു. But later days, after the years and years over, they are in their life, when the Lord blessed their life, they couldn't yield as a sacrifice unto the Lord. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കാലങ്ങൾ കടന്നു ചെന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാതെ വണ്ണം അവർ ആയിത്തീരുവാനിടയായി. So what happened in the later days? അതുകൊണ്ട് പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു? Even the end also put into tragedy. അവരുടെ അന്ത്യവും ശോചനീയമായി ദുർഘടമായി തീരുവാനിടയായി. The end was without peace. സമാധാനമില്ലാത്ത ഒരു അന്ത്യം
അന്ത്യം പ്രാപിക്കുവാനിടയായി. The end was without restless. അന്ത്യം വിശ്രമമില്ലാതെ സ്വസ്ഥതയില്ലാത്തതായി തീർന്നു. The end was not in Christ. അവരുടെ അന്ത്യം ക്രിസ്തുവിലല്ലാതെ ആയി തീർന്നു. The end was not with joy. അന്ത്യം സന്തോഷത്തോടെ ആയിരുന്നില്ല. The end when they end their life, oh, I'm going to leave all these things. I am going with fear, with discouragement. They finish their life. ഈ വസ്തുക്കൾ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടിട്ട് പോകണമല്ലോ എന്നുള്ള ഭാരത്തിൽ, അധൈര്യത്തിൽ, ഭയത്തിൽ അവർ ലോകം വിട്ടു പോവാനിടയായി. Such people, their end was not good. They never end their life in Christ. അവരുടെ അന്ത്യം ഒരിക്കലും നല്ലതായിരിക്കില്ല. അവരുടെ അന്ത്യം ക്രിസ്തുവിൽ ആയിരിക്കില്ല. So we have to, whatever the Lord gives in our hand, we have to say, Lord, it's not mine, it's you. അതുകൊണ്ട് എന്തെല്ലാം കർത്താവ് നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്നുവോ നാം ഇപ്രകാരം ഏറ്റുപറയണം, കർത്താവേ, ഇതെന്റേതല്ല, നിന്റേതാകുന്നു. As Moses told, this cattle is not of us. This cattle is to offer sacrifice in the wilderness for the Lord. മോശ പറഞ്ഞതുപോലെ ഈ കന്നുകാലികൾ ഇത് ഞങ്ങളുടേതല്ല, ഇത് മരുഭൂമിയിൽ ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കുവാനുള്ളതാണ്. So likewise we have to offer ourselves. ആ വിധത്തിൽ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. Tonight how many of you want to offer your life unto the Lord? ഇന്ന് രാത്രികാലം എത്ര പേർക്ക് തങ്ങളുടെ ജീവിതത്തെ അപ്രകാരം സമർപ്പിച്ചു കൊടുക്കുവാൻ ആഗ്രഹമുണ്ട്? How many of you want to offer your possession in your life? നിങ്ങളുടെ ജീവിതത്തിലെ സ്വത്തുവകകളെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? Oh, such people, raise up your hands. അങ്ങനെയുള്ളവർ തങ്ങളുടെ കരങ്ങളെ ഉയർത്തിയാട്ടെ. Tonight God required your soul. You have to say, Lord, I am ready, Lord. ഇന്ന് രാത്രി ദൈവം നിന്റെ പ്രാണനെ ചോദിച്ചാൽ, അതേ കർത്താവേ, ഞാൻ ഒരുക്കമുള്ളവനായിരിക്കുന്നു എന്ന് പറയുവാൻ നിങ്ങൾ യോഗ്യരായിരിക്കണം. Oh, tonight God required your soul. What is your state of your soul? ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ദൈവം ചോദിച്ചാൽ, നീ ഒരുക്കി വെച്ചത് നിന്റെ പ്രാണന്റെ അവസ്ഥ എന്താകുന്നു? Lord, I am ready. I am coming. Nothing is own in this world. കർത്താവേ, ഞാൻ ഒരുക്കമുള്ളവനാണ്. ഈ ലോകത്തിൽ എനിക്ക് സ്വന്തമെന്ന് പറയുവാൻ ഒന്നും തന്നെ ഇല്ല. Such people really raise up your hands. അങ്ങനെയുള്ളവർ വ്യക്തമായി യഥാർത്ഥമായി കരങ്ങളെ ഉയർത്തിയാട്ടെ. Praise God. സ്തോത്രം ചെയ്താട്ടെ. Everyone, open your mouth and praise God. എല്ലാവരും വായ് തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. Praise you, Lord. സ്തോത്രം. Hallelujah. Hallelujah. Praise you, Lord. Hallelujah. Amen. Hallelujah. Praise the Lord. Amen. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായ അർപ്പണം ചെയ്യുന്നു ഞാൻ. 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 എന്നെയും എനിക്കുള്ള സകലത്തെയും Hallelujah, hallelujah. Praise the Lord. Hallelujah. Yo, indibikada balakatudoi. Hallelujah. Praise the Lord. Hallelujah. Hallelujah.
Such people will be enjoy with Jesus Christ. അങ്ങനെയുള്ളവർ യേശുക്രിസ്തുവിനോടുകൂടി ഉല്ലസിക്കുവാനിടയാകും. When I came to this ministry, ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വന്നപ്പോൾ, after few years over, I was transferred to Kerala. ചില വർഷങ്ങൾക്ക് ശേഷം എന്നെ കേരളത്തിലേക്ക് മാറ്റുവാനിടയായി. So after I came, I went to Chennai convention. ഇവിടെ വന്നതിന് ശേഷം ഞാൻ വീണ്ടും ചെന്നൈയിൽ കൺവെൻഷനിൽ കടന്നുപോയി. My mother presented a small clock. എന്റെ മാതാവ് വന്ന് എനിക്ക് ചെറിയൊരു ക്ലോക്ക് സമ്മാനമായി തന്നു. And it's inside we can see radium also. In the night time also we can see what's the time. അകത്ത് റേഡിയം ഉള്ളതുകൊണ്ട് രാത്രിയിലും സമയം കാണുവാൻ കഴിയും. And she told to me, because she loves me much, താൻ എന്നെ അധികമായി സ്നേഹിച്ചതുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, you have to keep this clock with you. ഈ ഘടികാരം നീ സൂക്ഷിച്ചു വെക്കണം. You have to keep for my remembrance. എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നീ ഇത് സൂക്ഷിച്ചു വെക്കണം. So when I returned back after the convention, ഞാൻ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ I hand over to center pastor. ഞാൻ സെൻട്രൽ പാസ്റ്ററിന് കൊടുത്തു. He asked me, from where you get? അപ്പച്ചൻ എന്നോട് ചോദിച്ചു, എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? My mom presented. എന്റെ മമ്മി തന്നതാകുന്നു. So center pastor wanted to test me. Okay, no problem, keep yourself with you. അപ്പൊ സെൻട്രൽ പാസ്റ്റർ എന്നെ ഒന്ന് പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു. സാരമില്ല, നീ വെച്ചുകൊള്ളുക. I told no. ഞാൻ പറഞ്ഞു വേണ്ട. Then he shook his head and told, yes, this is a consecration life. ഉടനെ താൻ തല കുലുക്കിക്കൊണ്ട് പ്രകാരം പറഞ്ഞു, അതെ, ഇതാണ് പ്രതിഷ്ഠാ ജീവിതം. Later he told one thing. അതിനുശേഷം താൻ ഒരു കാര്യം പറഞ്ഞു, if you keep this clock with you, ഈ ക്ലോക്ക് നീ നിനക്ക് സൂക്ഷിച്ചു വെച്ചാൽ, all the time whenever you see the time, you remember your mother. നീ എപ്പോഴെല്ലാം സമയം നോക്കുന്നു അപ്പോഴെല്ലാം അമ്മയാണ് ഓർക്കുന്നത്. So in the house of God we have to remember the Jesus Christ. ആകയാൽ കർത്താവിന്റെ ഭവനത്തിൽ ഓർക്കേണ്ടുന്നത് യേശുക്രിസ്തുവിനെ ആകുന്നു. Not our mother or father, our sisters or brethren. മാതാവിനെയോ പിതാവിനെയോ സഹോദരിയോ സഹോദരന്മാരെയോ അല്ല. So by grace of God, those days our consecrated saints led me into the right path. ആകയാൽ കർത്താവിന്റെ കൃപയാൽ അന്നുള്ള പ്രതിഷ്ഠിക്കപ്പെട്ട വിശുദ്ധന്മാർ എന്നെ ശരിയായ പാതയിൽ വഴി നടത്തുവാനിടയായി. So that servants of God, we won't receive anything from us. Even if we receive, we consecrate to our center pastors. ആകയാൽ കർത്താവിന്റെ ശുശ്രൂഷകരായ ഞങ്ങൾ സാധാരണയായി ഭവനത്തിൽ നിന്നും കൈക്കൊള്ളാറില്ല. ഏതെങ്കിലും കാര്യങ്ങൾ വാങ്ങിയാൽ അത് സെൻട്രൽ പാസ്റ്ററിന്റെ കയ്യിൽ കൊടുത്ത് പ്രതിഷ്ഠിക്കും. Otherwise this spirit will attack all the days of our life. ഇല്ല എങ്കിൽ ഈ ദുരാത്മാവ് ജീവിതകാലം മുഴുവൻ ഞങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കും. If anyone wants to take, we say no, it's from my home. ആരെങ്കിലും അത് എടുക്കുവാൻ ആഗ്രഹിച്ചാൽ ഇല്ല, ഇതെന്റെ വീട്ടിൽ നിന്നുള്ളതാണ്. So we will use to claim that thing. ആകയാൽ ആ വസ്തുവിന്മേൽ നാം അവകാശം ഉന്നയിക്കുവാനിടയാകും. So in this wilderness path, we should not say this is mine. ആകയാൽ ഈ മരുഭൂമി യാത്രയിൽ നാം ആരും തന്നെ ഇതെന്റേതാണ്, എന്റെ സ്വന്തമാണെന്ന് അവകാശപ്പെടുവാൻ പാടില്ല. We have to say it's only belongs to God. നാം പറയേണ്ടുന്നത് ഇതാകുന്നു, ഇതെല്ലാം എന്റെ ദൈവത്തിനുള്ളതാകുന്നു. So such people only can inherit the heavenly Canaan. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർഗീയ കനാൻ അവകാശമാക്കുവാൻ കഴിയൂ. So Moses took this cattle and herds. ആകയാൽ മോശ ഈ കന്നുകാലികളെയും മൃഗങ്ങളെയും എല്ലാം ആടുകളെയും കൊണ്ടുപോവാനിടയായി. Not to eat in the wilderness, not to eat or not to have take the skin or eat the flesh. അത് മരുഭൂമിയിൽ കൊണ്ടുപോയി അതിന്റെ തോലെടുത്തിട്ട് അറുത്ത് ഭക്ഷിക്കുവാൻ വേണ്ടി ആയിരുന്നില്ല. That is ordained only for sacrifice. അത് നിയമിക്കപ്പെട്ടത് ദൈവത്തിന് വേണ്ടിയുള്ള യാഗവസ്തുവായിട്ട് മാത്രമാണ്. So in the mind of God also we can see sacrifice. ദൈവത്തിന്റെ മനസ്സിലും യാഗം എന്ന വസ്തുത നമുക്ക് കാണുവാൻ കഴിയും. In God's Father's mind we can see the will of the sacrifice. പിതാവായ ദൈവത്തിന്റെ മനസ്സിൽ യാഗത്തിന്റെ ഇഷ്ടം, യാഗത്തിന്റെ ഹിതം നമുക്ക് കാണുവാൻ കഴിയും. And we can see in the Son Jesus Christ, in his mind
he have to yield as a sacrifice. പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടി തന്റെ മനസ്സിലും താൻ ഒരു യാഗവസ്തുവായി തീരണമെന്നുള്ളതായിരുന്നു. And the Holy Spirit, we can see the law of sacrifice. പരിശുദ്ധാത്മാവിൽ യാഗത്തിന്റെ നിയമം നാം കാണുവാൻ കഴിയുന്നു. In book of Ephesians chapter 5 verse 2, when we read എഫേസ്യ ലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം വായിച്ചാൽ how Jesus offered himself as a sacrifice. എങ്ങനെയാകുന്നു യേശു ക്രിസ്തു തന്നെ താൻ യാഗമായി അർപ്പിച്ചത് എന്ന് നാം കാണുന്നു. Read. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. And walk in love as Christ also hath loved us and hath given himself for us an offering and a sacrifice to God for a sweet smelling savor. So he offered himself to God as a sacrifice and an offering as a sweet smelling savor. ആകയാൽ ക്രിസ്തു ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചു. So that means his life becomes sweet smelling savor unto the Father because he offered himself as a sacrifice and offering. അതായത് യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന് ഒരു സൗരഭ്യ വാസനയുള്ള യാഗമായി തന്നെത്താൻ അർപ്പിച്ചു. So likewise the Holy Spirit also have got the law of sacrifice. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനും യാഗത്തിന്റെ നിയമം അടങ്ങിയിരിക്കുന്നു. There we can see in the word of God in Hebrews chapter 9 എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ നാം കാണുന്നത് പോലെ verse 14 when we read 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, how much more the blood of Christ who through eternal spirit offered himself without spot to God and purge our conscience from the dead works to serve the living God. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷി നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. So here we can see the eternal spirit. ഇവിടെ നിത്യാത്മാവ് എന്നൊരു വാക്ക് നാം കാണുന്നു. Old Testament people, they approach God through sacrifice. പഴയ നിയമത്തിലെ ജനങ്ങൾ ദൈവത്തോട് അടുത്തത് യാഗങ്ങൾ മുഖാന്തരമായിരുന്നു. Without sacrifice no one can approach to God. യാഗമില്ലാതെ ആർക്കും ദൈവത്തെ സമീപിച്ചുകൂടാ. Without sacrifice no one can please God. യാഗമില്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. So in the Old Testament it's a important matter that they have to offer sacrifice for the remission of their sins. ആകയാൽ പഴയ നിയമത്തിൽ പാപങ്ങളുടെ മോചനത്തിനായി നിർബന്ധമായും അവർ യാഗം കഴിക്കണമായിരുന്നു. In the Old Testament we can see for the transgression of their sins they have to offer sacrifice. പഴയ നിയമത്തിൽ അവരുടെ പാപങ്ങളുടെ പൂർണ്ണമോചനത്തിനായി വീണ്ടെടുപ്പിനായി അവർ നിർബന്ധമായും യാഗം കഴിക്കണമായിരുന്നു. In the New Testament we have to offer our life as a sacrifice. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ ജീവിതം നാം ഒരു യാഗമായി അർപ്പിക്കണം. How to offer sacrifice? എപ്രകാരമാണ് ആ യാഗം അർപ്പിക്കേണ്ടത്? According to the book of Romans chapter 12 verse 2 when we read റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ there we can see that we not conform to this world. അവിടെ നാം വായിക്കുന്നു, ഈ ലോകത്തിന് നാം അനുരൂപരായി തീരാതെ Read. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. And be not conformed to this world, but be ye transformed by the renewing of your mind, that ye may prove what is that good and acceptable and perfect will of God. So in the first word we can see we have to offer our body as a living sacrifice. ഒന്നാമത്തെ വാക്യത്തിൽ നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി സമർപ്പിക്കണം എന്ന് നാം കാണുന്നു. That is acceptable to God and reasonable service. അത് ദൈവത്തിന് പ്രസാദവും കർത്താവിന് യോഗ്യവുമായ യാഗമാകുന്നു. So be not conformed to this world. ആകയാൽ നാം ഈ ലോകത്തിന് അനുരൂപമാകരുത്. But we have to be transformed by renewing your mind. നാം നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവരാകണം. So in order to come to the law of sacrifice
First of all, we have to renew our mind. യാഗത്തിന്റെ നിയമങ്ങളിലേക്ക് നാം വരുമ്പോൾ ഒന്നാമതായി നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. When we offer our mind as a sacrifice, then only we can do three things in our life. നമ്മുടെ മനസ്സിനെ യാഗമായി ആദ്യമായി നാം സമർപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ തുടർന്ന് 3 കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയൂ. One is goodwill. ഒന്ന് നന്മയായത്. Second, acceptable will of God. രണ്ടാമത് പ്രസാദമുള്ള ദൈവഹിതം. Third, perfect will of God. മൂന്നാമത് പൂർണ്ണതയുള്ള ദൈവഹിതം. That means it says about according to the growth of our spiritual life. അത് പറയുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് അനുസൃതമായിട്ടാകുന്നു. Some they used to do good to others and they will do goodwill in their life. ചിലർ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മപ്രവർത്തികൾ നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും. But we should not stay in that matter only. ആ ഒരു വസ്തുതയിൽ മാത്രം നാം നിലനിൽക്കുവാൻ പാടില്ല. In order to offer our life as a sacrifice to inherit the heavenly Canaan, സ്വർഗീയ കനാൻ അവകാശമാക്കേണ്ടതിന് നാം എന്ത് ചെയ്യണം? we have to also offer our life as a acceptable will of God. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. In how many ways we can please our God? ഏതെല്ലാം വിധത്തിലാകുന്നു നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത്? We can see God pleases in praises. ദൈവം സ്തുതികളിൽ പ്രസാദിക്കുന്നു എന്ന് നമുക്കറിയാം. And we can see through prayer God will please us. മാത്രമല്ല പ്രാർത്ഥനയിൽ കൂടി ദൈവം പ്രസാദിക്കുന്നു എന്ന് നമുക്കറിയാം. By the anointing God will please in our life. അഭിഷേകത്തിലൂടെ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു എന്ന് നാം കാണുന്നു. By doing the will of God, God will please in our life. ദൈവഹിതം ചെയ്യുന്നതിലൂടെ ദൈവം നമ്മിൽ പ്രസാദിക്കുന്നു എന്ന് നാം കാണുന്നു. So in our spiritual life, sacrifice means doing the will of God. ആകയാൽ ആത്മീക ജീവിതത്തിൽ യാഗം എന്നത് ദൈവഹിതം ചെയ്യുന്നതാണ്. Simply we used to pray, we used to please God, and we should not stay in that place. നാം വെറുതെ പ്രാർത്ഥിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള നിലയിൽ നാം നിന്നുകൂടാ. Next step, by the anointing, when we grow in that anointing, we have to do the perfect will of God in our life. അടുത്ത ചുവടായി അഭിഷേകത്തിൽ കൂടി നാം കർത്താവിന്റെ സമ്പൂർണ്ണ ഇഷ്ടം ചെയ്യണം. When we are in the hands of God, we are called and chosen to do the perfect will of God in our life. നാം കർത്താവിന്റെ കരങ്ങളിൽ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടം ചെയ്യുവാനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാകുന്നു. In life of Jesus also, he did the will of the Father, perfect will of the Father. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലും നോക്കിയാൽ അവൻ പിതാവിന്റെ സമ്പൂർണ്ണ ഇഷ്ടം ചെയ്തു. According to John's Gospel chapter 4 verse 34, when we read, യോഹന്നാന്റെ സുവിശേഷം 4:34 നാം വായിച്ചാൽ what Jesus told, എന്താകുന്നു യേശു പറയുന്നത്? my meat is to do the will of my Father. എന്നെ അയച്ചവന്റെ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്ത് തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. Read. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. Jesus said unto them, my meat is to do the will of him that sent me and to finish his work. My meat is to do the will of him and that he sent me and to finish his work. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. Nowadays, what work we are doing in our day-to-day life? ഈ ദിനങ്ങളിൽ എന്ത് പ്രവൃത്തിയാണ് നമ്മുടെ ദൈനംദിന ജീവിതങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? After coming to the salvation, took water baptism, received the baptism of the Holy Spirit, what work we are doing in our life? രക്ഷിക്കപ്പെട്ടു, ജലസ്നാനം സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പ്രാപിച്ചതിനു ശേഷം എന്ത് പ്രവൃത്തിയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? If you devour one to another, are you doing the will of God, perfect will of God in your life? നിങ്ങൾ അന്യോന്യം കടിച്ചു ഭക്ഷിക്കുന്നവരെ പോലെ ആകുന്നുവെങ്കിൽ ദൈവ ഇഷ്ടമാകുന്നുവോ ചെയ്യുന്നത്? Are you like a babes in Christ, envy, strife and all groupism and all these things? If you have this kind of spirit in your life, are you doing the perfect will of the Father? പകയും
പിണക്കവും ഭിന്നതയും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളും ഒക്കെ ആയിട്ട് ജീവിതം തുടർന്നുകൊണ്ടിരിക്കുകയാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ സമ്പൂർണ്ണ ഇഷ്ടമാണ്, പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് പറയാൻ കഴിയുമോ? If you continue to do so, one day the fire will come and test your life. അപ്രകാരം നിങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരുന്നാൽ ഒരു ദിവസം തീ വന്ന് നിങ്ങളെ ശോധന ചെയ്യും. One day the fire, the tester will come and test your life. ഒരു ദിവസം ശോധകൻ വന്ന് ആ തീയാൽ നിങ്ങളെ ശോധന കഴിക്കും. We cannot stand before that. അതിന്റെ മുമ്പിൽ നമുക്ക് പിടിച്ചു നിൽപ്പാൻ കഴിയില്ല. So let us renew our mind and do good will, acceptable will of God and the perfect will of God in our day-to-day life. ആകയാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ മനസ്സ് പുതുക്കി നാം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. When we are in the will of God, no man, no power or no evil power could hinder our life. നാം ദൈവഹിതത്തിനുള്ളിൽ ആയിരിക്കുന്നുവെങ്കിൽ ഒരു മനുഷ്യനോ ഒരു ശക്തിയോ ഒരു ദുരാത്മാവോ നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുവാൻ കഴിയുകയില്ല. But when you slip into the will of God, out of the will of God, every evil forces will attack your thoughts, your heart, your body will bring into sickness also. എന്നാൽ ദൈവഹിതത്തിൽ നിന്ന് നാം വഴുതി പോകുന്നുവെങ്കിൽ ദുരാത്മാക്കൾ വന്ന് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ, എന്തിന് ശരീരത്തെ പോലും രോഗാവസ്ഥയിലാക്കി തീർക്കും. So doing the will of God, we need a spirit of prayer in our life. അതുകൊണ്ട് ദൈവഹിതം ചെയ്യുന്നതിന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. In the life of Jesus also, at the last moment in his life, he prayed to the Father, Father, let it be according to thy will, Lord. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലും നാം നോക്കിക്കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിന്റെ അന്ത്യ നിമിഷങ്ങളിലും ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, പിതാവേ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. Dear beloved ones, Satan will never allow a child of God to do the will of God. പ്രിയ ദൈവമക്കളെ, പിശാച് ഒരു ദൈവപൈതൽ ദൈവഹിതം ചെയ്യുവാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. After received Holy Spirit in our life, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചതിന് ശേഷം, through the anointing by the baptism of the Holy Ghost, we are called and chosen to do the will of the Father. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ചെയ്യപ്പെട്ടതിനു ശേഷം നാം നിശ്ചയമായും പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായി വിളിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ടവരാകുന്നു. And when we are in the center will of God, Satan will get angry over us. അങ്ങനെ നാം ദൈവഹിതത്തിന്റെ മധ്യത്തിലായിരിക്കുമ്പോൾ പിശാച് നമ്മെക്കുറിച്ച് വളരെ കോപമുള്ളവനായിരിക്കും. But it have no power at all. എന്നാൽ അവന് അതിൽ യാതൊരു ശക്തിയും അധികാരവും ഉണ്ടായിരിക്കുകയില്ല. Why Satan have no power and authority over our life? എന്തുകൊണ്ട് പിശാചിന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു ശക്തിയും അധികാരവും ഇല്ല? Can anyone say? ആർക്കെങ്കിലും പറയാമോ? Because Jesus on the cross of Calvary, he bruised the head of Satan. എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ സാത്താന്റെ തലയെ തകർക്കുവാനിടയായി. So Satan has no more power and authority over our life. ആകയാൽ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു ശക്തിയും അധികാരവും ചെലുത്തുവാൻ കഴിയുകയില്ല. One of our believer mother was sick. നമ്മുടെ ഒരു വിശ്വാസിയായ മാതാവ് രോഗിയായിരുന്നു. She went to the restroom to take bath. താൻ റെസ്റ്റ് റൂമിലേക്ക് എന്ന് കുളിക്കുവാനായി പോയി. After she came out, താൻ പുറത്തു വന്നതിന് ശേഷം she saw the power of the Satan standing as a huge person. പിശാച് ഒരു ഭയങ്കരനായ വ്യക്തിയെ പോലെ അവിടെ നിൽക്കുന്നതായി താൻ കണ്ടു. If you see such image, you will fall down, isn't it? അങ്ങനെയുള്ള രൂപമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴും, അല്ലേ? And otherwise you feel in the spirit mightily because of fear. അല്ലെങ്കിൽ പേടി കൊണ്ട് ചിലപ്പോൾ പെട്ടെന്നൊന്ന് ആത്മാവിൽ നിറഞ്ഞെന്ന് വരാം. But she told only one thing. എന്നാൽ ആ മാതാവ് ഒറ്റ കാര്യമാണ് പറഞ്ഞത്, I am a saved person. ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാകുന്നു. I am a saved person. ഞാൻ രക്ഷ പ്രാപിച്ച വ്യക്തിയാകുന്നു. That's all. That power dispelled from that place. അത്രയേ ഉള്ളൂ. ആ ദുഷ്ടശക്തി അവിടെ നിന്ന് മാറിപ്പോവാനിടയായി. See the power that mother told only one thing, I am a saved person. ശക്തി, അധികാരം എന്തെന്ന് മനസ്സിലാക്കുക. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാകുന്നു. Hallelujah. Hallelujah. We are all saved through
through the Jesus Christ. നാം എല്ലാവരും യേശു ക്രിസ്തുവിനാൽ രക്ഷ പ്രാപിച്ച ജനമാകുന്നു. We are the people of God. We are chosen and called to do the will of God. നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവ ഇഷ്ടം ചെയ്യുന്നവരാകുന്നു. So for that, in order to do our life, the will of God in our life, what we need essential in our life. ആകയാൽ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് തികയ്ക്കണമെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്? First you need a personal prayer life. ഒന്നാമത് ഒരു വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം നമുക്ക് ആവശ്യം. Personal prayer life means we have to pray in spirit and we have to receive the counsel of God. വ്യക്തിപരമായ പ്രാർത്ഥന എന്തെന്നാൽ നാം ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ആലോചനകൾ പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. Second, when we gather together, we have to come in the oneness in spirit and we have to fill in the spirit and we have to pray in the presence of God. രണ്ടാമത് നാം ഒരുമിച്ച് സഭയായി കൂടി വരുമ്പോൾ ആത്മാവിലെ ഐക്യതയോടുകൂടി പോരാടി പ്രാർത്ഥിക്കണം. Once our deputy chief pastor, Pastor M.T. Thomas told to me, ഒരിക്കൽ നമ്മുടെ ഡെപ്യൂട്ടി ചീഫ് പാസ്റ്റർ M.T. തോമസ് അപ്പച്ചൻ എന്നോട് പറഞ്ഞു, Pastor A.C. Thomas, our chief pastor, Honorable Chief Pastor, Pastor A.C. Thomas told like this. മഹത്വത്തിൽ പ്രവേശിച്ച ബഹുമാനപ്പെട്ട A.C. തോമസ് അപ്പച്ചൻ ഇപ്രകാരം പറഞ്ഞു, child of God need two experience in their life. ഒരു ദൈവ പൈതലിന് രണ്ട് അനുഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ആവശ്യം. One, every day a child of God maintain a personal prayer life. ഒരു ദൈവ പൈതൽ ഒന്നാമതായി വ്യക്തിപരമായ ഒരു പ്രാർത്ഥനാ ജീവിതത്തെ ഓരോ ദിവസവും സൂക്ഷിക്കണം. Second, the child of God, whenever gathered in the presence of God, they have to pray mightily and they have to come together and pray mightily in spirit. രണ്ടാമതായി ആ ദൈവപൈതൽ സഭയിൽ വരുമ്പോൾ ആത്മാവിന്റെ ഐക്യതയോടുകൂടി ശക്തിയായി പ്രാർത്ഥിക്കണം. Pastor A.C. Thomas quoted from book of Daniel how Daniel prayed in the time of troubles. പാസ്റ്റർ എസ് തോമസ് അപ്പച്ചൻ ദാനിയേലിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റി തന്റെ ദുർഘടമായ സമയങ്ങളിൽ എപ്രകാരം പ്രാർത്ഥിച്ചു എന്നതാണ് ചൂണ്ടിക്കാണിച്ചത്. Dear beloved ones, sometimes devil wants to disturb our life, so we have to pray, we have to get victory over these things. പ്രിയമുള്ളവരെ, ചിലപ്പോൾ പിശാച് നമ്മുടെ ജീവിതത്തെ തകർക്കുവാനായി ശ്രമിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ച് നാം ഇതിൽ നിന്നെല്ലാം ജയമെടുക്കണം. Even I saw the saints of God, when the trouble came against the church, against the doctrine, they all stayed in the presence of God. They closed the kitchen, everything, and prayed till the Lord speaks, till they receive counsel from God. സഭയ്ക്ക് വിരോധമായി, ഉപദേശത്തിന് വിരോധമായി ഉപദ്രവങ്ങളും കഷ്ടങ്ങളും നേരിട്ടപ്പോൾ നമ്മുടെ പൂർവ്വവിശുദ്ധന്മാർ എല്ലാ കാര്യങ്ങളും അടുക്കളയും കുശിനിയും എല്ലാം പൂട്ടിയിട്ടിട്ട് ദൈവസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന് ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കുന്നത് വരെ ഇരുന്നതായി ഞാൻ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. Lord told very clearly, I will fight this battle. ദൈവം അപ്പോഴെല്ലാം അവരോട് വ്യക്തമായി സംസാരിച്ചു, ഞാൻ ഈ യുദ്ധം ചെയ്യും. I will fight for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. You keep silence. I will fight for you. നീ മിണ്ടാതിരിപ്പീൻ, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. After they are strengthened in the presence of God, they went to do the ministry. ദൈവസന്നിധിയിൽ നിന്ന് ബലം പ്രാപിച്ചതിന് ശേഷമാകുന്നു അവർ ശുശ്രൂഷയ്ക്കായി പിന്നീട് കടന്നുപോയത്. And they saw that no more evil powers that came against the church, against the doctrine, against the fellowship. അതിനുശേഷം സഭയ്ക്ക് വിരോധമായി ഉപദേശത്തിന് വിരോധമായി എഴുന്നേറ്റ് വന്ന ദുരാത്മാക്കളെ അവർ കണ്ടില്ല. So whenever we gathered in the presence of God, we have to pray mightily in the presence of God. ആകയാൽ എപ്പോഴെല്ലാം നാം ദൈവസന്നിധിയിൽ കൂടി വരുമോ നാം ദൈവസന്നിധിയിൽ ശക്തിയായി പോരാടി പ്രാർത്ഥിക്കണം. Such people only can stay in the central will of God. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവഹിതത്തിന്റെ മധ്യത്തിൽ കാണപ്പെടുവാൻ കഴിയൂ. If there is no animal for sacrifice, they cannot inherit the Canaan. People of Israel cannot inherit the Canaan in their life. യാഗത്തിനുള്ള മൃഗം ഇല്ല എങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശം അവകാശമാക്കുവാൻ കഴിയുകയില്ല. So dear beloved ones, when we offer our life every day as a sacrifice unto God, easily we can enter into the heavenly Canaan. ആകയാൽ
ആകയാൽ പ്രിയമുള്ളവരെ, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ കർത്താവിന് യാഗമായി നാം സമർപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായി നാം സ്വർഗീയ കനാനിൽ പ്രവേശിക്കും. Such people only can grow forward in their spiritual life. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അവരുടെ ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് വളരുവാനും കഴിയൂ. And those who do the will of the Father can only enter into the kingdom of heaven. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയൂ. What is the will of the Father? അങ്ങനെയെങ്കിൽ പിതാവിന്റെ ഇഷ്ടം എന്താണ്? Devil also wants to fulfill his will, and devil also need a body, and God the Father also wants to fulfill his will in our life, and he needs a body also. പിശാചിനും തന്റെ ഒരു ഇഷ്ടമുണ്ട്, എന്നാൽ അത് നിവർത്തിക്കുവാൻ ഒരു ശരീരം വേണം. എന്നാൽ പിതാവായ ദൈവത്തിനും ഒരു ഹിതം ഇഷ്ടമുണ്ട്, അതും നിറവേറ്റുവാൻ ഒരു ശരീരം ആവശ്യം. According to the book of Hebrews chapter 10 verse 7 to 9, when we read, എബ്രായ ലേഖനം 10-ാം അധ്യായം 7 മുതൽ 9 വരെ വായിച്ചാൽ, read. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ന്യായപ്രമാണ പ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം, ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേനെ നീക്കിക്കളയുന്നു. Then said I, Lo, I come in the volume of the book it is written of me, to do thy will, O God. Above when he said, sacrifice and offering and burnt offerings and offering for sin thou didst not, neither had pleasure therein, which are offered by the law. Then said he, Lo, I come to do thy will, O God. He taketh away the first, that he may establish the second. So here we can see God needs a body to fulfill his will in our life. ഇവിടെ നാം കാണുന്നത് പോലെ ദൈവം തന്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ ഒരു ശരീരം ദൈവത്തിനും ആവശ്യം. Here we can see the volume of book is written of me. ഇവിടെ നാം കാണുന്നുവല്ലോ, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. What is the volume of book is written of me? എന്താണ് പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത്? There we can see God's plan already, everything has done for you and me. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന്റെ ഉദ്ദേശം, പദ്ധതി എന്തെല്ലാമാകുന്നുവെന്ന് അവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. Everything beautifully God has done. എല്ലാ കാര്യങ്ങളും നന്നായി മനോഹരമായി ദൈവം ചെയ്തു. Where to live, എവിടെ ജീവിക്കണം, where to serve God, എവിടെയാകുന്നു ശുശ്രൂഷ ചെയ്യേണ്ടുന്നത്, where to do his work, എവിടെയാകുന്നു തന്റെ പ്രവൃത്തി ചെയ്യേണ്ടുന്നത്, till what time we have to be there, ഏത് സമയം വരെയും നാം അവിടെ ആയിരിക്കണം. everything God's engraved, everything beautifully, but we fail to do according to the plan. എല്ലാ കാര്യങ്ങളും കർത്താവ് വ്യക്തമായി ആലേഖനം ചെയ്തു വെച്ചിരിക്കുകയാകുന്നു. പക്ഷേ നാം നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നിമിത്തം ഈ കാര്യങ്ങൾ ദൈവത്തിന് പൂർത്തീകരിപ്പാൻ കഴിയാതെ പോകുന്നു. What's the testimony of apostles? എന്താകുന്നു അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം? We have the mind of Christ. ഞങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. So we have the mind of Christ. We want to know what is the will of God concerning our life. ഞങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള ദൈവ ഇഷ്ടം എന്തെന്നറിയുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. It may be your marriage, അത് നിങ്ങളുടെ വിവാഹ വിഷയമായിരിക്കാം, or it may be where, in which place you have to dwell, എവിടെ ഏത് സ്ഥലത്താകുന്നു നിങ്ങൾ താമസിക്കണം എന്നുള്ള വിഷയമായിരിക്കാം. Everything God has planned beautifully. എല്ലാ കാര്യങ്ങളും കർത്താവ് വളരെ നന്നായി പദ്ധതി ഒരുക്കി വെച്ചിരിക്കുകയാകുന്നു. But it should be revealed through our personal prayer life, and collectively when we come and fill in the Spirit, the Lord will reveal beautifully in our life. എന്നാൽ അത് വെളിപ്പെട്ട് വരണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. അടുത്തതായി സഭയായി കൂടി വരുമ്പോൾ ഒരുമിച്ചുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം. Even if we thought this good, that good, even when we do like this, this will become beautiful.
Even we should not allow our thoughts to think like that. അത് ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം അത് പ്രാവർത്തികമാക്കുവാൻ പോലും നാം അനുവദിക്കരുത്. If you do so, that seems to be way like good, but the end of that way brings death in our life. അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അത് ചൊവ്വായി തോന്നിയേക്കാം. ആ വഴിയുടെ അവസാനം മരണവഴികളത്രേ. So sometimes it seems like good in our life, but the end will be death. ചിലപ്പോൾ അത് ആദ്യം ഒരു നല്ല വിഷയം, നല്ല വഴിയായി തോന്നിയേക്കാം, പക്ഷേ അതിന്റെ അവസാനമോ മരണവഴികളാകുന്നു. As we know in the life of Lot, he went to Sodom Gomorrah. He saw like an Eden garden. നാം ലോത്തിന്റെ ജീവിതത്തിൽ കാണുന്നത് പോലെ അവൻ സോദോം ഗൊമോറയെ ആദ്യം ചെന്ന് നോക്കിയപ്പോൾ അത് ഏദെൻ തോട്ടം പോലെ ഇരുന്നു. But when he went there, no rest. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം അവന് യാതൊരു സ്വസ്ഥതയുമില്ല. His family has no rest. അവന്റെ കുടുംബത്തിന് യാതൊരു സ്വസ്ഥതയുമില്ല. Every part of his life were troubled life. തന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും കലങ്ങി മറിയുവാനിടയായി. Because he went of his own. എന്തുകൊണ്ടെന്നാൽ തന്റെ സ്വന്തം ഇഷ്ടം പോലെയാകുന്നു പോയത്. Anyhow, Abraham prayed. എന്നിരുന്നാലും അബ്രഹാം പ്രാർത്ഥിച്ചു, Oh Lord, even one righteous you couldn't save the nation. കർത്താവേ, ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ പോലും ഈ പട്ടണത്തെ നീ രക്ഷിക്കുകയില്ലയോ? Oh, the Abraham doing the will of the God, and Abraham always in the mind of God. He prayed for his own brethren. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തിരുന്ന അബ്രഹാം, പിതാവായ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ അബ്രഹാം തന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. God delivered through the prayer of Abraham. അബ്രഹാമിന്റെ പ്രാർത്ഥനയിൽ കൂടി ലോത്തിനെ വിടിവിപ്പാനിടയായി. See, in the Lot's life we can see his wife turned and she became pillar of salt. ലോത്തിന്റെ ജീവിതം നോക്കി കഴിഞ്ഞാൽ തന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണായി ഭവിച്ചു. Lot proceed forward, but his life was not good. ലോത്ത് മുൻപോട്ട് പോയി, എങ്കിലും തന്റെ ജീവിതം നന്നായിരുന്നില്ല. God told you climb this mountain. ദൈവം പറഞ്ഞു, നീ പർവ്വതത്തിലേക്ക് പോവുക. He given counsel to the Lord. ഉടനെ ലോത്ത് ദൈവത്തിന് അങ്ങോട്ട് ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്. What counsel he gave? എന്താണ് ആലോചന കൊടുത്തത്? Lord, if I climb, I will die. കർത്താവേ, ഈ പർവ്വതം കയറിയാൽ ഞാൻ മരിച്ചു പോകും. Lord, have mercy upon me. എന്നോട് കരുണ കാണിക്കണമേ. I want to dwell in the plain lands. ഞാൻ ഒരു സമഭൂമിയിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. So Lot's generation became a cursed generation. അങ്ങനെ ചെയ്തതുകൊണ്ട് ലോത്തിന്റെ സന്തതി ശപിക്കപ്പെട്ട സന്തതികളായി മാറുവാനിടയായി. Many times in our thoughts we have some questions. അനേക സമയങ്ങളിൽ നമ്മുടെ ചിന്തകളിൽ നമുക്ക് പല ചോദ്യങ്ങളാണ്. After coming to this faith life, why this thing happened in my life? ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? Why this tragedy happened in my life? ഈ ദുർഘടമായ അവസ്ഥ എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചു? Why God allows such things in my life? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് ദൈവം എന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നു? You may asking so many questions. ഇങ്ങനെയുള്ള അനേക ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം. But God ask a question means you cannot answer it for that. എന്നാൽ ദൈവം നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ നിങ്ങളെ കൊണ്ടാകില്ല. God couldn't I ask a question. God, if God ask a question, you couldn't answer for that. ദൈവം നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരം കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. Dear beloved ones, I am telling to all the brothers, or the husband, or the father of the house, you have to pray very mightily than your wife. എല്ലാ സഹോദരന്മാരോടും ഭർത്താക്കന്മാരോടും കുടുംബത്തിലെ ഗ്രഹനാഥന്മാരോടും ഞാൻ വ്യക്തമായി പറയട്ടെ, നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഭാര്യമാരെക്കാൾ നിങ്ങൾ അധികമായി ശക്തമായി പ്രാർത്ഥിക്കണം. Because through you your whole family should lead. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിൽ കൂടെയാണ് നിങ്ങളുടെ മുഴു കുടുംബവും നടത്തപ്പെടേണ്ടത്. If your leading is foul and everyone put into trouble due to your leading, നിങ്ങളുടെ നടത്തിപ്പ് ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ നടത്തിപ്പിലെ വീഴ്ച കൊണ്ട് എല്ലാവർക്കും കുഴപ്പം സംഭവിക്കും. Due to leading of your children, they will go into backsliding state. നിങ്ങളുടെ നടത്തിപ്പിന്റെ വിഷയം കാരണം നിങ്ങളുടെ കുഞ്ഞുങ്ങളും അവസാനം പിന്മാറ്റത്തിലേക്ക് പോവാനിടയാകും. Once a very good person in the spiritual life, and he was a very spiritual man, and his children, he brought his children in a spiritual standard. One day the children told, Father, we want to go nearby house
to see the funeral service of Indira Gandhi. ഒരിക്കൽ ആത്മീയനായ ഒരു പിതാവ് കുഞ്ഞുങ്ങളെ ആത്മീയമായി വളർത്തിക്കൊണ്ടുവന്നു. ആ കുഞ്ഞുങ്ങൾ ഒരു ദിവസം ഇപ്രകാരം പിതാവിനോട് പറഞ്ഞു, പിതാവെ, ഞങ്ങൾക്ക് അടുത്ത വീട്ടിൽ ചെന്ന് ഇന്ദിരാഗാന്ധിയുടെ അടക്കാരാധനയൊന്ന് കാണണം. If you say no means they will secretly go and see. വേണ്ട എന്ന് പറഞ്ഞാൽ അവർ രഹസ്യമായി പോയി കാണും. If you say yes means they will every day they will proceed like that. എന്നാൽ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ ദിവസവും അങ്ങനെ ഒരു പോക്കായി മാറും. Then one thing he told her. എന്നാൽ ആ പിതാവ് പറഞ്ഞത് ഒരു കാര്യമാണ്. If God allows, you can go and see. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ നിങ്ങൾ പോയി കണ്ടുകൊള്ളുക. These children went and saw. ഈ കുഞ്ഞുങ്ങൾ പോയി കണ്ടു. He knelt down. താൻ മുഴങ്കാൽ മടക്കി. Lord, you have given these children into my hands. കർത്താവേ, നീയാണ് ഈ കുഞ്ഞുങ്ങളെ എന്റെ കരങ്ങളിൽ നൽകിയത്. Today they want to see the funeral service of Indira Gandhi. ഇന്ന് അവർ കാണുവാൻ ആഗ്രഹിച്ചത് ഇന്ദിരാഗാന്ധിയുടെ ശവസംസ്കാര ചടങ്ങാണ്. Tomorrow what they are going to do, I do not know. നാളെ എന്താകുന്നു അവർ ചെയ്യുവാൻ പോകുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Lord, lead me, Lord. കർത്താവേ, എന്നെ നയിക്കണമേ. Lord, strengthen me, Lord. കർത്താവേ, എന്നെ ബലപ്പെടുത്തണമേ. Lord, teach my children, Lord. കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളെ ശക്തീകരിക്കണമേ. I told them, Lord. ഞാൻ കർത്താവിനോട് പറഞ്ഞു. I told to my children, Lord. കർത്താവേ, ഞാൻ ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു. While he knelt down and prayed with the brokenness of heart. താൻ തകർന്ന നുറുങ്ങിയ ഹൃദയത്തോടെ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചപ്പോൾ all the children came back. എല്ലാ കുഞ്ഞുങ്ങളും പെട്ടെന്ന് തിരികെ വന്നു. He asked, why you came back? എന്താണ് പെട്ടെന്ന് തിരികെ വന്നെന്ന് താൻ ചോദിച്ചു. Nothing to see, just a funeral box only. Nothing to see the face. അപ്പോൾ അവർ പറഞ്ഞു, കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല, അതിന്റെ ശവപ്പെട്ടി മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും മുഖം കാണുവാൻ കഴിയില്ല. Daddy, hereafter we won't grieve your heart. We won't go to that place. പിതാവേ, അതുകൊണ്ട് ഇനിമേലാൽ നിന്റെ ഹൃദയം ഞങ്ങൾ ദുഃഖിപ്പിക്കുകയില്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുകയില്ല. So those who do the will of God, they have to pray mightily. ആകയാൽ ദൈവഹിതം ചെയ്യണമെന്നുള്ളവർ ശക്തിയോടെ പ്രാർത്ഥിച്ചേ മതിയാകൂ. Brothers, through you only your family, whole family should lead. സഹോദരന്മാരെ, നിങ്ങളിൽ കൂടിയാണ് നിങ്ങളുടെ മുഴു കുടുംബം നടത്തപ്പെടേണ്ടതെന്ന് ഓർത്തുകൊള്ളുക. How much more you have to fill in the spirit and you have to come to the fullness of anointing. എത്രയധികം നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ അഭിഷേകത്തിന്റെ നിറവിൽ വന്നു ചേരണം. If you fail to do, if you fail to having a personal prayer and come to the fullness of anointing, through you the whole family, the souls will be destroyed. നിങ്ങൾ അഭിഷേകത്തിന്റെ നിറവിലും പ്രാർത്ഥനാ ജീവിതത്തിലും അല്ല എങ്കിൽ നിങ്ങൾ നിമിത്തം മുഴു കുടുംബവും കുഴപ്പത്തിൽ കലക്കത്തിലെത്തുവാനിടയായി തീരും. In the word of God we can see about the will of Father in two aspects. ദൈവവചനത്തിൽ ദൈവഹിതം എന്നത് രണ്ട് ഭാഗമായി നമുക്ക് തിരിച്ച് കാണുവാൻ കഴിയും. The will of the Father we can see in two aspects. പിതാവിന്റെ ഇഷ്ടം എന്നത് രണ്ട് ഭാഗമായി കാണുവാൻ കഴിയും. One is the revealed will of the Father. ഒന്ന് വെളിപ്പെടുത്തപ്പെട്ട പിതാവിന്റെ ഇഷ്ടം. Another one is good, acceptable and perfect will of God. രണ്ടാമത് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. In book of Ephesians chapter 1 verse 11 when we read, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം വായിച്ചാൽ we can see, അവിടെ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും. read, അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം, in whom also we have obtained an inheritance, being predestinated according to the purpose of him who worketh all things after the counsel of his own will. So here we can see we have to obtain an inheritance. ഇവിടെ നാം കാണുന്നത് പോലെ നാം ഒരു അവകാശം പ്രാപിക്കണം. Being predestinate and according to the purpose of him who worketh all things after the counsel of his own will. തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത്. So here we can see the counsel of the will of God. ഇവിടെ തന്റെ ഹിതത്തിന്റെ ആലോചന എന്ന് നാം കാണുന്നു. So in the revealed will of God, വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതത്തിൽ there we can see the two things are there. അവിടെ രണ്ട് കാര്യങ്ങൾ കാണുവാൻ കഴിയും. One is good pleasure of his will.
ഒന്ന് തന്റെ ഇഷ്ടത്തിന്റെ നന്മയായ ഭാഗം. In book of Ephesians chapter 1 verse 5 when we read, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണുന്നത് we പോലെ can see the good pleasure of his will. അവിടെ നാം കാണുന്നത് പോലെ തിരുഹിതത്തിന്റെ പ്രസാദം. Second, we can see the mystery of his will. രണ്ടാമത് അവന്റെ ഹിതത്തിന്റെ മർമ്മം. In book of Ephesians chapter 1 verse 9 when we read, അത് എഫേസ്യർ 1:9 കാണാം. there we can see the mystery of his will. അവിടെ ഹിതത്തിന്റെ മർമ്മം എന്ന് നാം കാണുന്നു. And we can see, in order to go to the will of the Father, we have to do the mystery of the will of the Father. ആകയാൽ നാം പിതാവിന്റെ ഇഷ്ടം ചെയ്ത് തികയ്ക്കണമെങ്കിൽ നാം അവന്റെ ഹിതത്തിന്റെ മർമ്മം അറിഞ്ഞ് അത് ചെയ്യണം. Then only we can know what's the mind of the Father and do according to this will. അങ്ങനെയെങ്കിൽ മാത്രമേ പിതാവിന്റെ മനസ്സറിഞ്ഞ് നാം ചെയ്യുവാൻ കഴിയൂ. Otherwise, when we fail to do the will of the Father, we cannot inherit the kingdom of God. അല്ല എങ്കിൽ നാം പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ കഴിയാതെ ദൈവരാജ്യത്തിന് പുറത്തായി തീരും. A person have to do the will of the Father which is in heaven. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യേണ്ടുന്നതായ ഒരു വ്യക്തി had need three things. തനിക്ക് 3 കാര്യങ്ങൾ ആവശ്യം. Redemption, വീണ്ടെടുപ്പ്, acceptance, ദൈവത്താലുള്ള സ്വീകാര്യം, adoption. ദൈവത്താൽ ദത്തെടുക്കപ്പെടുന്ന അവസ്ഥ. Redemption, acceptance and adoption. 1 വീണ്ടെടുപ്പ്, 2 ദൈവത്താലുള്ള സ്വീകാര്യത, 3 ദൈവത്താൽ ദത്തെടുക്കപ്പെടുക. These three things only a person have a desire to do the will of the Father which is in heaven. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിന്റെ ഹിതം പൂർത്തീകരിക്കാൻ കഴിയൂ. First of all, we are all redeemed people of God. ഒന്നാമത് നാം എല്ലാവരും ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനമാണ്. Those who are redeemed people of God, lift up your hands and shout hallelujah. വീണ്ടെടുക്കപ്പെട്ട ജനങ്ങളെല്ലാം ചേർന്ന് കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കിയാട്ടെ. ഹല്ലേലൂയ. So we are redeemed people. Satan has no more power over our life. നാം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാകുന്നു. പിശാചിന് നമ്മുടെ ജീവിതത്തിന്മേൽ യാതൊരു അധികാരവുമില്ല. We are accepted by God. നാം ദൈവത്താൽ സ്വീകരിക്കപ്പെട്ടവരാകുന്നു. So God accepted us. ദൈവം നമ്മെ സ്വീകരിച്ചതാകുന്നു. When God accepted us, no one can reject us. ദൈവം നമ്മെ സ്വീകരിച്ചതുകൊണ്ട് ആർക്കും നമ്മെ തിരസ്കരിക്കുവാൻ സാധ്യമല്ല. And not only that, we are adoption. മാത്രമല്ല നാം ദത്തെടുക്കപ്പെട്ടവരാകുന്നു. That means God rejects the people of Israel and God selected the adoption. That means once we were Gentiles in this world. എന്ന് പറഞ്ഞാൽ ദൈവം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ വിട്ടുകളഞ്ഞു. ഒരിക്കൽ എന്നാൽ ജാതികളായിരുന്ന നമ്മെ അവൻ ദത്തെടുത്തു. So here 3 things for essential in order to grow or in order to move in this wilderness journey. ആകയാൽ നമ്മുടെ മരുഭൂമി യാത്രയിൽ നാം മുമ്പോട്ട് പോകണമെങ്കിൽ 3 കാര്യങ്ങൾ ആവശ്യം. And the 4th thing is divine healing is essential in our life. നാലാമതായി ദൈവിക രോഗശാന്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം. And in the divine healing till the very end, when we live in the divine healing only, we can enter into the kingdom of the Father. അന്ത്യത്തോളം ആ ദൈവിക രോഗശാന്തിയുടെ അനുഭവത്തിൽ നിലനിന്നാൽ മാത്രമേ പിതാവിന്റെ രാജ്യത്തിൽ നാം ചെന്നു ചേരുവാൻ കഴിയൂ. Divine healing is a truth. ദൈവിക രോഗശാന്തി എന്നത് സത്യമാണ്. Some used to say, I won't believe divine healing. ചിലർ പ്രകാരം പറയും, ദൈവിക രോഗശാന്തിയെ ഞാൻ വിശ്വസിക്കുന്നില്ല. Why? എന്തുകൊണ്ട്? Because they have no faith. അവർക്ക് വിശ്വാസം ഇല്ല. Divine healing is a truth. ദൈവിക രോഗശാന്തി ഒരു സത്യമാണ്. A child of God have to inherit New Jerusalem and Zion, have to practice or exercise the divine healing in his life or in her life also. സിയോനും പുതിയ യെരൂശലേമും സ്വന്തമാക്കേണ്ടുന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ നിർബന്ധമായും ഈ ദൈവിക രോഗശാന്തി അനുഭവിക്ക തന്നെ വേണം. Divine healing is a truth. ദൈവിക രോഗശാന്തി ഒരു സത്യമാണ്. So we have to fight and get victory over that. ആകയാൽ അതിനുവേണ്ടി നാം പോരാടി ജയമെടുക്കണം. Some used to say, I am standing for divine healing 40 years.
35 years, boastfully they will say like that. ചില വിശ്വാസികൾ പ്രകാരം പുകഴ്ചയായി പ്രശംസയായി പറയാറുണ്ട്, ഞാൻ 40 വർഷമായി 35 വർഷമായി ദൈവിക രോഗശാന്തിയിൽ നിലനിൽക്കുന്നു. But later days when they become sick, they couldn't stand for this truth. എന്നാൽ പിൽക്കാലത്ത് അവർ രോഗികളായി തീരുമ്പോൾ ഈ സത്യത്തിന് വേണ്ടി നിലനിൽപ്പാൻ കഴിയാതെ പോകുന്നു. Why? എന്തുകൊണ്ട്? Because they lost the power of God. ദൈവശക്തി അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. They lost sacrificial life. ഒരു ത്യാഗപരമായ ജീവിതം അവർക്ക് നഷ്ടപ്പെട്ടു പോയി. They lost yielding life. സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു ജീവിതം നഷ്ടമായി പോയി. I saw in my life, in my experience, one of our believer mother. എന്റെ ജീവിതത്തിൽ അനുഭവത്തിൽ ഒരു വിശ്വാസിയായ മാതാവിനെ ഞാൻ കാണുവാനിടയായി. She became sick. താൻ രോഗിയായി തീർന്നു. Very rich person. വളരെ ധനികയായ ഒരു അമ്മയായിരുന്നു. But she never used to take any medicine. എന്നാൽ ഒരിക്കലും മരുന്നെടുക്കാറില്ല. All the family members are forcing her. എല്ലാ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ നിർബന്ധിക്കുകയായിരുന്നു. She told, I am going to live for this truth. താൻ പറഞ്ഞു, ഈ സത്യത്തിന് വേണ്ടി ഞാൻ ജീവിപ്പാൻ വാഞ്ചിക്കുന്നു. Such a grace-filled life. അത്രയ്ക്ക് കൃപ നിറഞ്ഞതായ ഒരു ജീവിതം. One day she saw New Jerusalem. ഒരിക്കൽ ഒരു ദിവസം താൻ പുതിയ യെരൂശലേം കണ്ടു. God took her spirit to New Jerusalem. തന്റെ ആത്മാവിനെ ദൈവം പുതിയ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. God showed that this throne is prepared for you. ഈ സിംഹാസനം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണെന്ന് ദൈവം കാണിച്ചു കൊടുത്തു. But few days you had to suffer for my name's sake. എന്നാൽ ചില ദിവസത്തേക്ക് എന്റെ നാമനിമിത്തം നീ ഭൂമിയിൽ കഷ്ടം സഹിക്കേണ്ടിയിരിക്കുന്നു. And you have to overcome this sickness and you are going to inherit in my throne. ഈ രോഗത്തെ നീ ജയിച്ച് അവസാനം എന്റെ സിംഹാസനത്തെ അവകാശമാക്കേണ്ടിയിരിക്കുന്നു. Same likewise in her life, she overcame that sickness and with full strength she lived and she went to be with the Lord. അതേപോലെ തന്നെ സംഭവിച്ചു. താൻ ആ രോഗത്തെ ജയിച്ചു, പൂർണ്ണ ബലത്തോടെ ആരോഗ്യത്തോടെ ജീവിച്ചു, അവസാനം ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. I saw another believer who is hospitalized. എന്നാൽ മറ്റൊരു വിശ്വാസി ആശുപത്രിയിൽ അഭയം പ്രാപിച്ച ഒരാളെ ഞാൻ കണ്ടു. About to a serious condition. താനും വളരെ അത്യാസന്ന നിലയിലായിരുന്നു. I went near and asked, did you hear any God's voice? ഞാൻ ചെന്ന് ചോദിച്ചു, നീ ഏതെങ്കിലും ദൈവശബ്ദം കേട്ടോ? Or you see any vision? അല്ലെങ്കിൽ നീ ഏതെങ്കിലും ദർശനം കണ്ടുവോ? Or you receive any word of God? അല്ലെങ്കിൽ ദൈവത്തിന്റെ ഏതെങ്കിലും വചനം നിനക്ക് ലഭിച്ചുവോ? Oh, no. ഇല്ല 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 എന്നായിരുന്നു ഉത്തരം. That person also died. ആ വ്യക്തിയും മരിച്ചു. Without vision. ദർശനമില്ലാതെ, without the word of God. ദൈവവചനമില്ലാതെ. The end was not good. എന്നാൽ തന്റെ അന്ത്യം നന്നായിരുന്നില്ല. So dear beloved ones, you believe that Jesus Christ, the salvation through Jesus Christ, at same time with the stripes of Jesus we were healed. Can you believe that? പ്രിയ ദൈവവൈതലേ, രക്ഷ യേശുക്രിസ്തുവിലൂടെയാകുന്നു സാധ്യമാകുന്നു നീ വിശ്വസിച്ചു, അത് പ്രാപിച്ചു. എന്നാൽ രോഗസൗഖ്യവും ആ യേശുക്രിസ്തുവിലൂടെ ആകുന്നു എന്നുള്ളത് നിനക്ക് വിശ്വസിച്ച് പ്രാപിപ്പാൻ കഴിയുന്നുവോ? When sickness comes, രോഗം വരുമ്പോൾ, we used to read the word of God, divine healing is a children's bread. തിരുവെഴുത്തിൽ നാം വായിക്കുന്നത് പോലെ രോഗശാന്തി എന്നത് മക്കളുടെ അപ്പമാകുന്നു. But we have to claim the word of God and get victory in our sickness. എന്നാൽ രോഗത്തിന്റെ സമയത്ത് ഇങ്ങനെയുള്ള വചനങ്ങൾ ഏറ്റുപറഞ്ഞ് നാം ജയം പ്രാപിക്കണം. Till we attain victory, we have to say, with the stripes of Jesus I am healed, with the stripes of Jesus and I am healed, and fill in the spirit of God. രോഗസൗഖ്യമുണ്ടാകുന്നത് വരെ, ജയം പ്രാപിക്കുന്നത് വരെ, യേശുവിന്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നുമിരിക്കുന്നെന്ന് വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കണം. Once I lost totally completely blood from my body. ഒരിക്കൽ എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ രക്തം പൂർണ്ണമായി നഷ്ടപ്പെടുവാനിടയായി. I am going to about to die. ഞാൻ മരണാവസ്ഥയിലായി തീർന്നു. No one knows. ആർക്കും അറിയുമായിരുന്നില്ല. I told, with the stripes of Jesus I am healed. ഞാൻ ഇപ്രകാരം ഏറ്റു പറഞ്ഞു, യേശുവിന്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യമായി. I have no strength to utter the words. ഒരു വാക്ക് പറയാൻ പോലുള്ള ബലം അന്ന് എന്നിൽ ഉണ്ടായിരുന്നില്ല. But my spirit, my soul united and never joined with my body. എന്നാൽ എന്റെ ആത്മാവും എന്റെ ദേഹിയും കൂടെ ഒരുമിച്ച് ഐക്യമായി തീർന്നു. ഇത് രണ്ടും എന്റെ ശരീരത്തോട് ചേർന്നിരുന്നില്ല. I confess that word.
ഞാൻ ആ വാക്കേറ്റ് പറഞ്ഞു. Again I confessed that word. ഞാൻ ആ വാക്കേറ്റ് പറഞ്ഞുകൊണ്ടേയിരുന്നു. Oh, suddenly anointing came and rushed in my life. പെട്ടെന്ന് അഭിഷേകം എന്റെ ജീവിതത്തിലേക്ക് വന്ന് വസിച്ചു. That word strengthened me. ആ വാക്കുകൾ എന്നെ That ബലപ്പെടുത്തി. word revived me. ആ വാക്കുകൾ എന്നെ ജീവിപ്പിച്ചു. That word healed my life also. ആ വാക്കുകൾ എന്റെ ജീവിതത്തെ സൗഖ്യമാക്കി. I went and took bath and went for to conduct meeting. ഞാൻ എഴുന്നേറ്റ് വീണ്ടും യോഗങ്ങൾ നടത്തുവാനായി പോയി. So dear beloved ones, our Lord is a faithful God. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. Another time when I was sick, I was waiting to receive the word. മറ്റൊരു സമയത്ത് ഞാൻ രോഗിയായിരുന്നപ്പോൾ ദൈവത്തിൽ നിന്നുള്ള വചനം ലഭിക്കുവാനായി ഞാൻ കാത്തിരുന്നു. The word came. വചനം വന്നു. I shall not die, ഞാൻ മരിക്കയില്ല, but live, ജീവിക്കും, but declare the works of God. കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. I shall not die, ഞാൻ മരിക്കയില്ല, I live, ഞാൻ ജീവിക്കും, and declare the works of God. ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. So this is the will of God in our life. ആകയാൽ ഇതാകുന്നു നമ്മുടെ ജീവിതത്തിലുള്ള ദൈവ We ഇഷ്ടം. have to claim the word of promise and we have to get victory over these things. നാം വാഗ്ദത്ത വചനങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ മേൽ ജയമെടുക്കണം. We should not give up our life. We have to fight and we have to get victory. നാം നമ്മുടെ ജീവിതത്തെ അങ്ങനെ അങ്ങ് വിട്ടുകളയരുത്. പോരാടി യുദ്ധം ചെയ്ത് ജയമെടുക്കണം. The will of God is even our sanctification. ദൈവ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. So we need daily sanctification. ആകയാൽ നമുക്ക് ദിവസവും ഒരു വിശുദ്ധീകരണം ആവശ്യം. In the Old Testament we can see in the life of Job, he offered a sacrifice for sons and daughters. പഴയ നിയമത്തിൽ നാം കാണുന്നു, ഇയ്യോബ് വിശുദ്ധീകരണത്തിനായി തന്റെ പുത്രീപുത്രന്മാരെ ഓർത്ത് ദിവസവും യാഗം കഴിച്ചു. If the Old Testament saint done such things means, ഒരു പഴയ നിയമ വിശുദ്ധൻ ഇപ്രകാരം ചെയ്തുവെങ്കിൽ, how much more our New Testament ministry or New Testament life, we have to offer our life as a sacrifice for the Lord. എത്രയധികമായി പുതിയ നിയമ ദൈവ പൈതലായിരിക്കുന്ന നാം നമ്മുടെ ജീവിതങ്ങളെ, ശരീരങ്ങളെ യാഗമായി How much more we സമർപ്പിക്കണം. have to yield for sanctification. എത്രയധികമായി നാം നമ്മെ തന്നെ വിശുദ്ധീകരണത്തിനായി സമർപ്പിച്ചു കൊടുക്കണം. In order to do the will of the Father, we have to go through a life of suffering. നാം പിതാവിന്റെ ഇഷ്ടം സമ്പൂർണമായി ചെയ്യണമെങ്കിൽ കഷ്ടത നിറഞ്ഞ ഒരു ജീവിതത്തിലൂടെ നാം പോയേ മതിയാകൂ. So it's ordained by God. അത് ദൈവത്താൽ When നിയമിക്കപ്പെട്ടതാകുന്നു. we go through suffering according to the will of God, ദൈവ ഇഷ്ടപ്രകാരം നാം കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ we can enjoy in that suffering. ആ കഷ്ടതയിൽ നമുക്ക് ഉല്ലസിപ്പാൻ കഴിയും. If your suffering brings discouragement, fear and anxiety in your life, നിങ്ങളുടെ കഷ്ടത നിങ്ങളുടെ ജീവിതത്തിൽ അധൈര്യം, ഭയം, ഉത്കണ്ഠ എന്നിവയാകുന്നു കൊണ്ടുവരുന്നതെങ്കിൽ, that is not from the will of the Father. മനസ്സിലാക്കിക്കൊള്ളുക, അത് പിതാവിന്റെ ഇഷ്ടത്തിൽ പെട്ടതല്ല. If you are discouraged, if you are sad in your life of suffering, കഷ്ടത നിറഞ്ഞ ജീവിതത്തിൽ നിങ്ങൾ അധൈര്യപ്പെട്ടും ദുഃഖിച്ചും കാണപ്പെടുന്നുവെങ്കിൽ, or if you are going in a backsliding state, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പിന്മാറ്റ അവസ്ഥയിലൂടെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ, are you asking question, why should I have to pray? അപ്പോൾ ആ അവസ്ഥയിൽ എന്തിനാണ് ഞാൻ ഇനിയും പ്രാർത്ഥിക്കേണ്ടതെന്ന് നിങ്ങൾ ചോദ്യം ഉന്നയിക്കുന്നതെങ്കിൽ, that means it's not according to the suffering is not according to the will of the Father. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആ കഷ്ടത നിങ്ങൾക്ക് ദൈവഹിതത്തിന് അനുസൃതമായിട്ടുള്ളതല്ല. Next thing we can see, doing the will of God, we will have a life of prayer and praising. അടുത്തതായി ദൈവ ഇഷ്ടം എന്നത്, ദൈവഹിതം എന്നത് പ്രാർത്ഥനയും സ്തോത്രവും ഉള്ള ഒരു ജീവിതമാണ്. So we have to praise God. ആകയാൽ നാം എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. Every time we have to praise God. എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തോത്രം. While driving time also we have to praise God. Driving time. വാഹനം ഓടിക്കുന്ന സമയത്തും സ്തോത്രം ചെയ്യണം. In the kitchen we have to praise God. കുശിനിയിൽ പ്രവർത്തിക്കുമ്പോഴും സ്തോത്രം ചെയ്യണം. Wherever we have to praise God in our life. എവിടെയായിരുന്നാലും നാം കർത്താവിനെ സ്തുതിക്കണം. I heard from our old former saints. ഞാൻ നമ്മുടെ പഴയ വിശുദ്ധന്മാരിൽ കൂടി കേട്ടിട്ടുണ്ട്. If they asked the sisters, can you give a cup of tea, milk tea? They will say long stotram. That means no tea.
അവർ സഹോദരിമാരോട് ഒരു പാൽ ചായ ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചാൽ അവർ ഒരു നീണ്ട സ്തോത്രം എന്ന് പറയും. അതിന്റെ അർത്ഥം പാലില്ല, ചായയില്ല എന്നാകുന്നു. Tomorrow morning, don't tell to your husband, Stotra, then you will get something. സഹോദരിമാർ നാളെ രാവിലെ ഇതുപോലെ ഭർത്താക്കന്മാരോട് നീണ്ട സ്തോത്രം പറയരുത്, വേറെ വല്ലതും ലഭിക്കും. So in the old, our saints, former saints of God, when they ask something to eat, they will say Stotra. That means there is nothing. നമ്മുടെ പൂർവ്വവിശുദ്ധന്മാർ ഇതുപോലെ ആയിരുന്നു. എന്തെങ്കിലും ഭക്ഷിക്കുവാനുണ്ടോ എന്ന് ചോദിച്ചാൽ നീണ്ട സ്തോത്രമായിരിക്കും ഉത്തരം ലഭിക്കുന്നത്. അതിന്റെ അർത്ഥം ഒന്നുമില്ല എന്നാണ്. In the olden time, our believers, whenever they see the saints of God and believers, they will say Sotram, 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 Sotram. പഴയ നാളുകളിൽ നമ്മുടെ വിശ്വാസികൾ എപ്പോഴെല്ലാം വിശുദ്ധന്മാരെ, ശുശ്രൂഷകരെ കാണുമ്പോൾ സ്തോത്രം സ്തോത്രം എല്ലാം പറയുമായിരുന്നു. When something glass will fall, Sotra, Sotra, Sotra. ഒരു ഗ്ലാസ് താഴെ വീണ് ഉടഞ്ഞാൽ ഉടനെ സ്തോത്രം സ്തോത്രം. Whatever they do, they used to say Stotra, Stotra. എന്ത് ചെയ്താലും സ്തോത്രത്തോടുകൂടി ആയിരിക്കും. Nowadays we cannot see such praises. എന്നാൽ ഇങ്ങനെ ഈ കാലങ്ങളിൽ ഇങ്ങനെയുള്ള സ്തോത്രങ്ങൾ ഒന്നും നമുക്ക് കേൾക്കുവാനേ കഴിയുന്നില്ല. They will say another word and they will, because no grace at all. അവര് പറയുന്നത് മറ്റു ചില വാക്കുകളായിരിക്കും, കാരണം കൃപ ഇല്ല. But Kotarakara always Sotram. Hallelujah. എന്നാൽ കൊട്ടാരക്കരയിൽ എപ്പോഴും സ്തോത്രമാണെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. Yes. So all the times, in order to do the will of the Father, a life of praising and prayer is needed. ആകയാൽ പിതാവിന്റെ ഹിതം എപ്പോഴും ചെയ്യണമെങ്കിൽ പ്രാർത്ഥനയും സ്തോത്രവും നിറഞ്ഞ ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. So you should not ask a question, when it will stop in my life. നിങ്ങൾ ഇപ്രകാരം ചോദ്യം ചോദിക്കുന്നവരായിരിക്കരുത്, ഇത് എന്റെ ജീവിതത്തിൽ എപ്പോൾ അവസാനിക്കും. Till the death or the rapture, we have to praise God. God has created to praise His name. മരണം വരെയോ ഉൽപ്രാപണം പ്രാപിക്കുന്ന നിമിഷം വരെയോ നാം സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി നാം സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. To do the will of the Father, we need a spirit-filled life. പിതാവിന്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ ആത്മനിറവുള്ള ഒരു ജീവിതം നമുക്ക് ആവശ്യം. Even small ministry also, small thing also, we have to fill in the spirit and pray and do, then the Lord will please in our life. ചെറിയൊരു ശുശ്രൂഷ ചെയ്യുവാനാണെങ്കിലും ചെറിയൊരു പ്രവൃത്തി ചെയ്യുവാനാണെങ്കിലും പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറഞ്ഞ് അത് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഹിതം നിറവേറ്റപ്പെടും. Those who do the will of God, we can see a life of good works. ദൈവഹിതം, പിതാവിന്റെ ഹിതം ചെയ്യുന്നവരുടെ ജീവിതത്തിൽ സൽപ്രവർത്തികൾ ഉണ്ടായിരിക്കും. And those who know the mystery of His will, they will rest in unity. തന്റെ ഹിതത്തിന്റെ മർമ്മം അറിയുന്നവർ, മനസ്സിലാക്കുന്നവർ, അവർ ഐക്യതയിൽ വസിക്കും. They will maintain unity. അവർ ഐക്യതയെ പരിപാലിക്കും. Those who having a mystery of the will of the Father, they will always, wherever they go, they will be united. They maintain unity in their life. പിതാവായ ദൈവത്തിന്റെ ഹിതത്തിന്റെ മർമ്മം മനസ്സിലാക്കുന്നവർ എവിടെ ആയിരുന്നാലും ഐക്യതയുടെ ആത്മാവിൽ കാണപ്പെടും. So the redeemed people, we are the people of God, redeemed people. We are called and chosen to do the will of the Father. ആകയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമായ നാം എല്ലാവരും പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാനായി വിളിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ടവരാകുന്നു. As Moses and Aaron told to the Pharaoh, not only our children, our little young ones, even our cattle also have to go to the wilderness. മോശയും അഹരോനും ഫറവോന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾ മാത്രമല്ല, ഞങ്ങളുടെ ആടുകളും കന്നുകാലികളും എല്ലാം മരുഭൂമിയിൽ ഞങ്ങളോടുകൂടെ വന്ന് ദൈവത്തെ ആരാധിക്കണം. Why cattle have to go to the wilderness? എന്തുകൊണ്ട് ആടുമാടുകൾ മരുഭൂമിയിലേക്ക് പോകണം? Not to eat or marry in their life, in order to offer sacrifice unto God. മരുഭൂമിയിൽ ചെന്ന് തിന്നുകുടിച്ച് ആനന്ദിക്കേണ്ടതിനല്ല, മരുഭൂമിയിൽ ചെന്ന് അതേ മൃഗത്തെ യാഗവസ്തുവായി തീർക്കേണ്ടതിനാകുന്നു. How we know that? ഇതെങ്ങനെ അറിയാം? How we know that? ഇത് എങ്ങനെ അറിയാം? Because children of Israel, they murmured, they want meat. They murmured to Moses. എന്തുകൊണ്ടെന്നാൽ ഇസ്രായേൽ മക്കൾ മോശയോട് പിറുപിറുക്കുവാനിടയായി, ഇറച്ചിക്കായി പിറുപിറുക്കുവാനിടയായി. They can cut ox
or sheep. അവിടെയുള്ള കാളയെ ആടിനെയൊക്കെ അവർക്ക് അറുക്കാമായിരുന്നല്ലോ. They can cut and they can eat also. അവിടെ അതൊക്കെ അറുത്ത് അവർക്ക് ഭക്ഷിക്കാമായിരുന്നു. But they should not cut. പക്ഷെ അവർ അത് അപ്രകാരം ഭക്ഷിപ്പാൻ പാടില്ലായിരുന്നു. That all the cattle and herds, it's only for the sacrifice of God. ഈ ആടുകളും കന്നുകാലികളും എല്ലാം ദൈവത്തിന് യാഗം കഴിക്കുവാനുള്ളതായിരുന്നു. So they murmured, we want meat in the wilderness. അതുകൊണ്ടാണ് അവർ പിറുപിറുത്തത്, മരുഭൂമിയിൽ ഞങ്ങൾക്ക് ഇറച്ചി ഭക്ഷിക്കാൻ വേണം. Till they reach in the Canaan, they have to offer sacrifice. അതുകൊണ്ട് കനാൻ ദേശത്തെത്തുന്നത് വരെയും അവർ യാഗം കഴിക്കേണ്ടിയിരുന്നു. Yes, in our spiritual life also we have to offer the sacrifice of praise. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും അവസാനത്തോളം നാം സ്തോത്രയാഗങ്ങൾ കരേറ്റണം. We have to offer the sacrifice of prayer. നാം പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒരു യാഗമായി മാറ്റപ്പെടണം. We have to offer our life unto God. നമ്മുടെ ജീവിതം തന്നെ ദൈവത്തിന്റെ മുമ്പിൽ യാഗമായി സമർപ്പിക്കണം. We have to offer the good will and acceptable and the perfect will of God in our life. നമ്മുടെ ജീവിതത്തിൽ നന്മയായത്, പ്രസാദമായത്, പൂർണ്ണതയുള്ളത് ആ ദൈവഹിതം നാം ചെയ്യണം. Jesus also offered himself. യേശുവും തന്നെത്താൻ ഏൽപ്പിച്ചു How കൊടുത്തു. he offered himself? എങ്ങനെയാകുന്നു ഏൽപ്പിച്ചു കൊടുത്തത്? In book of Isaiah chapter 53 verse 7 when we read, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:7 വായിച്ചാൽ, as the lamb he offered, he never opened the mouth, and he offered as a slaughter. കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരുന്ന ആടിനെ പോലെ നമ്മുടെ യേശു ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. So in our spiritual life also, wherever the Lord takes in our life, we should not ask question, why Lord you are leading my life like this. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഓർത്തുകൊള്ളുക, എവിടെയെല്ലാം കർത്താവ് കൊണ്ടുപോയാലും, ഏതെല്ലാം പാതയിൽ നടത്തിയാലും, എന്തുകൊണ്ട് കർത്താവേ എന്ന് നാം തിരിച്ച് ചോദ്യം ചോദിച്ചുകൂടാ. St. Paul also had the spirit of Christ. വിശുദ്ധ പൗലോസിനും ക്രിസ്തുവിന്റെ ആത്മാവുണ്ടായിരുന്നു. In book of Romans chapter 8 when we read, റോമാലേഖനം 8-ാം അധ്യായം നാം വായിച്ചാൽ, verse 36 when we see, for thy sake we killed all the day long. 36-ാം വാക്യം വായിച്ചാൽ, നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു. We are accounted as a sheep for the slaughter. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. We are accounted as the sheep for slaughter. അറുപ്പാനുള്ള ആടുകളെ പോലെ എണ്ണുന്നു. Oh, after saying all these things, no one can separate me from the love of Christ. ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാകുന്നു പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നെ വേർപിരിപ്പാൻ ഒന്നിനാലും സാധ്യമല്ല. How many of you want to yield your life as a sheep as a slaughter? ഇന്ന് രാത്രികാലം എത്ര പേർക്ക് ഇപ്രകാരം കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ തങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയാട്ടെ. Raise up your hands. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിയാട്ടെ. Such people can only inherit the heavenly Canaan. അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർഗീയ കനാൻ അവകാശമാക്കുവാൻ കഴിയൂ. Such people can go forward in their spiritual life. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയൂ. Praise God. ദൈവത്തിന് സ്തോത്രം. Everyone open your mouth and praise God. ദൈവത്തെ സ്തുതിച്ചാട്ടെ, സ്തോത്രം ചെയ്താട്ടെ. Praise the Lord, praise the Lord, praise the Lord. Hallelujah. സ്തോത്രം. അർപ്പണുള്ളാടെ പോലെ എണ്ണുന്നേ എന്നെ ഞാൻ വേർതിടുന്നേ നിത്യജീവനായി. അർപ്പണുള്ളാടെ പോലെ എണ്ണുന്നേ എന്നെ ഞാൻ വേർതിടുന്നേ ഈ ലോകമായവേ ഈ ലോകമായവേ സ്വർലോകഭാഗ്യമേ നിന്നവേ
Hallelujah. Hallelujah. ഹല്ലേലൂയ. In book of Joel chapter 1 verse 9 when you read, യോവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം വായിച്ചാൽ there we can see in the house of God the meat offering and the drink offering is cut off. അവിടെ നാം കാണുന്നത് പോലെ ദൈവഭവനത്തിൽ നിന്ന് ഭോജനയാഗവും പാനീയയാഗവും അറ്റുപോയിരിക്കുന്നു. ഭോജനയാഗവും പാനീയയാഗവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. The meat offering and the drink offering is cut off from the house of the Lord. The praise the Lord's ministers mourn. So here the priest and the Lord's minister mourn. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു അഥവാ വിലപിക്കുന്നു എന്ന് നാം കാണുന്നു. So a true priest or the servant of God really mourn for the people of God because they fail to do the will of God and they fail to give their life as a drink offering. ഒരു യഥാർത്ഥ കർത്താവിന്റെ ശുശ്രൂഷകൻ കരഞ്ഞു വിലപിക്കുന്നു. എന്തിനു വേണ്ടി? ദൈവമക്കൾ ഭോജനയാഗം ദൈവ ഇഷ്ടം ചെയ്യുവാൻ കഴിയാതെ പോകുന്നു. അതുപോലെ അവർ പാനീയയാഗമായി തീരാതെ ഇരിക്കുന്നു. Dear beloved ones, such things should not enter in our church. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കരുത്. So what we have to do? ആകയാൽ നാം എന്ത് ചെയ്യണം? Verse 13 it is written, gird yourselves. 13-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങൾ അരമുറുക്കുക. And lament ye priest. പുരോഹിതന്മാരെ നിങ്ങൾ വിലപിക്കുക. Howl he the minister of the altar. നിങ്ങൾ യാഗപീഠത്തിന്റെ ശുശ്രൂഷകന്മാരെ മുറയിടുക. And for the meat offering and the drink offering is withholden from the house of your God. ഭോജനയാഗവും പാനീയയാഗവും നിങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് മുടങ്ങിപ്പോയിരിക്കുക കൊണ്ട്. What it shows? എന്താകുന്നു ഇത് വെളിവാക്കുന്നത്? Everyone want to do their own will, their wish, their plan to be fulfilled. For that they will go through carnality. എല്ലാ മനുഷ്യരും അവരുടെ സ്വന്തം ഇഷ്ടം, സ്വന്തം ഉദ്ദേശം, സ്വന്തം ഇച്ഛകൾ ഒക്കെ നിറവേറ്റപ്പെടുവാനാകുന്നു ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാകുന്നു അവർ ജഡീകതയിലേക്ക് പോകുന്നത്. How people of Israel murmured in the wilderness. എങ്ങനെ ഇസ്രായേൽ മക്കൾ മരുഭൂമി യാത്രയിൽ അവർ പിറുപിറുത്തുവോ? If you fail to do and if you want to fulfill your plan, your thoughts, your ability and your things, God won't please. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇച്ഛകൾ, നിങ്ങളുടെ പദ്ധതികളാണ് നിങ്ങൾ നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിൽ ദൈവം പ്രസാദിക്കുകയില്ല. For such people the will of God Father will not be fulfilled. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റപ്പെടുകയില്ല. Why means the fallen angels desire that Zion and New Jerusalem. So that spirit is working in the church as well as in the world in order to destroy the people who receive the truth and the will of the Father and drag them into hellfire. എന്തുകൊണ്ടെന്നാൽ വീണുപോയ ദുരാത്മാക്കൾ ഉന്നത സ്ഥലമായ സിയോനും പുതിയ യെരൂശലേമും വാഞ്ചിക്കുകൊണ്ട് അവിടേക്ക് കടന്നു പോവാൻ അനുവദിക്കാതെ ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വസ്തുതകൾ കൊണ്ടുവന്നുകൊണ്ട് ദൈവഹിതം ചെയ്യുവാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് വലിച്ചു കൊണ്ടുപോവുകയാകുന്നു. So dear beloved ones, we have come to the end of this world. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. So there is no time at all. ഇനി നമ്മുടെ മുമ്പിൽ അധികം സമയമില്ല. Oh, let us lament and weep. ആകയാൽ നാം എല്ലാവരും കരഞ്ഞു വിലപിക്കാം. Let us cry unto the Lord. നമുക്ക് എല്ലാവർക്കും കർത്താവിനോട് നിലവിളിക്കാം. We wasted our time, sir. കർത്താവേ, ഞങ്ങളുടെ സമയങ്ങളെല്ലാം ഞങ്ങൾ Lord, നഷ്ടമാക്കി you have കളഞ്ഞു. given precious days and months and years in our life. We wasted, Lord. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വിലയേറിയ എത്രയോ സംവത്സരങ്ങൾ, മാസങ്ങൾ, ദിവസങ്ങൾ ഞങ്ങൾക്ക് നൽകി തന്നല്ലോ. ഞങ്ങൾ അതെല്ലാം പാഴാക്കി കളഞ്ഞല്ലോ. Lord, forgive us, Lord. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. Offer the sacrifice of praise and return back unto the Lord. അങ്ങനെയുള്ള സ്തോത്രയാഗങ്ങൾ കരയേറ്റിക്കൊണ്ട് ദൈവത്തിങ്കിലേക്ക് നമുക്ക് മടങ്ങി വരാം. Let us repent and return back unto the Lord. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം. Let us fulfill the will of the Father which is in heaven. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ ജാഗ്രതയുള്ളവരായിരിക്കാം. Don't love the world and the things of this world. ഈ ലോകത്തെയും ലോകത്തിൽ
ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കാതിരിക്കുക. The word of God says, if anyone love the world and the things of the world, the love of the Father is not in him. ദൈവവചനം ഇപ്രകാരമാകുന്നു പറയുന്നത്, ഒരുവൻ ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഇല്ല. Where Jesus also told very clearly, യേശുവും വളരെ വ്യക്തമായി പറയുവാനിടയായി, that all angels, not the Son of God, man will not know, only my Father knows. ആ സമയം അത് പുത്രന് പോലും അറിയില്ല, എന്റെ പിതാവിന് മാത്രമേ, പുത്രനും ദൂതന്മാർക്കും കൂടി അറിയുകയില്ല, നാഴിക അറിയുന്നത് പിതാവിന് മാത്രമാകുന്നു. Oh, the trumpet sound, കാഹളം ധ്വനിക്കുന്ന the coming നേരം, of Jesus Christ, യേശു ക്രിസ്തുവിന്റെ only വരവിൽ the Father knows. പിതാവായ ദൈവത്തിന് മാത്രമേ അറിയൂ. So when the trumpet sound, the Father's time come, if you love the world and the things of the world, you cannot hear the trumpet sound. ആകയാൽ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് കാഹളം മുഴങ്ങുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിൽ ഉള്ളതിലും മുഴുകിയിരിക്കുകയാകുന്നുവെങ്കിൽ നിങ്ങൾക്കത് കേൾക്കുവാൻ കഴിയുകയില്ല. Dear beloved ones, when the Lord blessed your life, പ്രിയ ദൈവമക്കളെ, ദൈവം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ചിരിക്കൊണ്ട് don't worship the blessings. ദൈവം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കരുത്. God has given good house and cars, everything that is good. നല്ല വീടും കാറുകളും ഒക്കെ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നല്ലോ. Looking your house and don't worship your house. ദയവായി നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ആരാധിക്കരുത്. Oh, let us worship ours, serve our living God. ജീവനുള്ള ദൈവത്തെ നമുക്ക് സേവിക്കാം. Whatever God gives, say, Lord, it's not mine, it belongs to you only. ദൈവം എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നാലും അനുവദിച്ചാലും, കർത്താവേ ഇത് എന്റേതല്ല നിന്റേത് മാത്രമാണെന്ന് ഏറ്റുപറയാം. This is the path of wilderness. ഇതാകുന്നു മരുഭൂമിയുടെ മാർഗം. Very soon we are going to inherit the heavenly Canaan in our life. അതിവേഗം സ്വർഗീയ കനാൻ നാം അവകാശമാക്കുവാൻ പോകുന്നു. Where is sacrifice animal? ഓരോ ദിവസവും അതിനായി നമ്മെ Where is sacrifice animal? യാഗത്തിനുള്ള മൃഗം എവിടെ? Where is sacrifice for to do offer sacrifice? Where is animal? യാഗം കഴിക്കുവാനുള്ള യാഗവസ്തു അഥവാ യാഗമൃഗം എവിടെ? Moses clearly told to the Pharaoh, we have to take this cattle. മോശ വളരെ വ്യക്തമായി ഫറവോനോട് പറഞ്ഞു, ഞങ്ങൾ ഈ ആടുമാടുകളെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയേ മതിയാകൂ. Not for us. ഞങ്ങൾക്ക് വേണ്ടിയല്ല. Not for us. ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല. We have to worship our God. We have to offer sacrifice to our God. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഈ മൃഗങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ യാഗം കഴിക്കുകയാണ്. Oh, they approach to sacrifice God in their life. അവർ ദൈവത്തെ യാഗവസ്തു മുഖാന്തരമാണ് ദൈവത്തെ സമീപിച്ചത്. നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ എല്ലാം ജീവിതങ്ങളെ സമർപ്പിക്കാം. Do you have sacrifice in your hand? നിന്റെ കയ്യിൽ യാഗവസ്തു ഉണ്ടോ? Do you have sacrifice in your hand? നിന്റെ കയ്യിൽ യാഗവസ്തു ഉണ്ടോ? Then you can proceed in this wilderness path. അങ്ങനെയെങ്കിൽ ധൈര്യമായി മരുഭൂമി യാത്ര ചെയ്തു കൊള്ളുക. God will lead you. ദൈവം നിങ്ങളെ നടത്തും. God will guide you. ദൈവം നിങ്ങളെ വഴി നടത്തും. So let us offer ourselves as a sacrifice. നമ്മെ തന്നെ യാഗവസ്തുവായി ഏൽപ്പിച്ചു കൊടുക്കുക. Every day, every minute, offer our life as sacrifice. ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ തന്നെ യാഗമായി സമർപ്പിക്കുക. Offer the sacrifice of praises. സ്തോത്രം എന്ന യാഗങ്ങൾ കരേറ്റിക്കൊണ്ടേയിരിക്കുക. Offer the sacrifice of prayer. പ്രാർത്ഥന എന്ന യാഗം കഴിച്ചുകൊണ്ടേയിരിക്കുക. Offer sacrifice unto the Lord to do the perfect will of the Father. പിതാവിന്റെ സമ്പൂർണ്ണ ഇഷ്ടം ചെയ്യേണ്ടതിന് നമ്മെ തന്നെ യാഗമായി സമർപ്പിച്ചു കൊടുക്കുക. Everyone close your eyes. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. Offer your children as a sacrifice. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇന്ന് തന്നെ യാഗമായി സമർപ്പിക്കുക. Whatever belongs to you, you offer unto the Lord. നിങ്ങളുടെ എന്തെന്ന് നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നുവോ അതെല്ലാം കർത്താവിനായി സമർപ്പിച്ചു കൊടുക്കുക. Say a word. ഇപ്രകാരം പറയുക, Lord, whatever you have given in my hand, it belongs to you. കർത്താവേ, നീ എന്റെ ജീവിതത്തിൽ തന്നിട്ടുള്ളതെല്ലാം അത് നിന്റേത് മാത്രമാകുന്നു. Otherwise, when you are about to die or when the rapture comes, oh, the evil power will claim your life. ഇല്ല എങ്കിൽ നിങ്ങൾ മരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉൽപ്രാപണം പ്രാപിക്കേണ്ടുന്ന നേരത്ത് ഈ ദുഷ്ടശക്തികളെല്ലാം കൂടെ നിങ്ങളുടെ ജീവനെ അവകാശപ്പെടും. Oh, it will say, you claim, you told this thing belongs to me. ഉടനെ ഈ ദുരാത്മാക്കൾ പറയും, ഇതെന്റേതാണ് അതെന്റേതാണെന്ന് അന്ന് നീ പറഞ്ഞുവല്ലോ. Oh, let us confess in the presence of God. ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റു പറയാം, Lord, whatever things belongs to you only, Lord. കർത്താവേ, എനിക്കുള്ളതെല്ലാം അത് നിന്റേത് മാത്രമാകുന്നു.
യാഗമാകുന്നു. Lord, I offer myself as an offering, കർത്താവേ, എന്നെ തന്നെ യാഗമായി as a meat സമർപ്പിക്കുന്നു. offering, ഒരു പാനീയ യാഗമായി, as a meat offering, ഒരു ഭോജന യാഗമായി, as a drink offering. ഒരു പാനീയ യാഗമായി. Lord, I surrender my life, Lord. കർത്താവേ, Amen. എന്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. Those who are sincerely surrender, പരമാർത്ഥമായി സമർപ്പിക്കുന്നു. oh, the anointing is going to come. അഭിഷേകം അവർക്കായി ഇറങ്ങി വരുന്നു. Don't wait for the fire from heaven to come. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങുവാൻ വേണ്ടി കാത്തിരിക്കേണ്ട. Fire is in you. നിന്നിലാകുന്നു അഗ്നിയുള്ളത്. Fire is in you. അഗ്നി നിന്നിലാകുന്നു ഉള്ളത്. Kindle that fire. ആ അഗ്നിയെ നീ കത്തി ജ്വലിപ്പിച്ചാൽ മതി. Kindle that fire. ആ അഗ്നിയെ നീ കത്തിച്ചാൽ മതി. Hallelujah. Hallelujah. Foribana shamania daratidamcia. Oh, labakathiraida. Hallelujah. Hallelujah. Open your mouth. Open your mouth widely. നിങ്ങളുടെ വായ വിസ്താരത്തിൽ തുറക്കുക. Fire is in you. അഗ്നി നിന്നിലാണ്. Kindle that fire. ആ അഗ്നിയെ കത്തിക്കുക. Those who are receiving the Holy Spirit, kindle that fire. പരിശുദ്ധാത്മാവിനെ നീ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ തീയെ നീ തന്നെ കത്തിക്കുക. Hallelujah. Hallelujah. Shabahati. Harabakati. Rabananka tadaida mankadantida. Hallelujah. Hallelujah. Praise you, Lord. Whatever your burdens, you offer into sacrifice. നിന്റെ ജീവിതത്തിൽ ഭാരമായി നിനക്ക് തോന്നുന്നതെല്ലാം ഇന്ന് രാത്രി യാഗമായി സമർപ്പിക്കുക. Unsolved problems you offer as a sacrifice. നിന്റെ ഇതുവരെയുള്ള പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ യാഗമായി സമർപ്പിക്കുക. God is going to do miracles. ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. God is going to do miracles. ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. Surrender, surrender. സമർപ്പിക്കുക, സമർപ്പിക്കുക. See the work of God. ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കണ്ണുകൊണ്ട് കാണുക. Ramana Tedanche. Hallelujah. 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 Oh, Rabakathira. Oh, Rabakathira. Hallelujah. Hallelujah.